Thank you so much. Thank you so much for everyone for joining. ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്തതിന് വളരെയധികം സന്തോഷം. ഓൾറൈറ്റ്, എന്താണ് അല്ലേ, കുറച്ച് ദിവസമായി കണ്ടിട്ടില്ല. എവിടെയായിരുന്നു, എവിടെ പോയി, ഞാൻ എവിടെ പോയി, ഇതാണ് ചോദ്യം അല്ലേ. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു അറിയാം. സോ ഒന്നുമില്ല, എനിക്ക് എൻ്റെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ക്രൂഷ്യൽ ആയിട്ടുള്ള എന്താ പറയുക ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നുപോയത്. അതിൽ ഒന്നുമില്ല, സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പ മരണപ്പെട്ടു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു സംഭവിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളുമായിട്ട് പ്രശ്നങ്ങളുമായിട്ട് കടന്നു പോയതാണ്. ഓക്കെ, വളരെ വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ബുധനാഴ്ച അല്ല, വ്യാഴാഴ്ച, സോറി. അപ്പോൾ അങ്ങനെ അന്ന് സംഭവിച്ചതിന് ശേഷം ഈ ഒരു കഴിഞ്ഞ 3 ദിവസമായിട്ട് എനിക്കിതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാമല്ലോ, സിറ്റുവേഷൻ എന്തായിരിക്കും എന്നുള്ളത്. ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അത് മാത്രമല്ല, മാനസികാവസ്ഥ നമുക്ക് വേണമെങ്കിൽ തരണം ചെയ്യാം, പക്ഷെ എന്നാലും അത്തരത്തിലുള്ള സാഹചര്യത്തിലല്ല. സോ അത് കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് എന്തുകൊണ്ട് നിങ്ങളെ ആ ഒരു സമയത്ത് തന്നെ അറിയിച്ചിട്ടില്ല എന്നുള്ളതിന് ഒന്നും അറിയിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, അതൊരു വിഷമകരമായ വാർത്തയായതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് തന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചിലരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു വിഷമമായിട്ട് ചിലപ്പോൾ മാറിയില്ല. എനിവേ, ഞാനിപ്പം മാനസികമായിട്ട് അതിൽ നിന്നൊക്കെ റീകവറായിട്ട് വരുന്നൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ കുടുംബമാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ കുറച്ചു കാലങ്ങളായിട്ട് അദ്ദേഹം അസുഖബാധിതനായി. പ്രായം കൂടുതലുണ്ടായിരുന്നു. പ്രായവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ പ്രായക്കൂടുതൽ കൊണ്ടുണ്ടാകുന്ന, അതായത് ഏകദേശം ഒരു 85 വയസ്സോളമുള്ള പ്രായമുള്ള ആളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ അത്രയും പ്രായം അറിയാലോ. അപ്പൊ ആ ഒരു പ്രായത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചു കാലമായിട്ട് കുറച്ച് ഇതിന്റെ അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. അപ്പൊ അതായത് ഞാൻ ഇടയ്ക്ക് ചില ദിവസമൊക്കെ ക്ലാസ്സുകൾ മിസ്സായിരുന്ന സമയങ്ങൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് യാത്ര ചെയ്യേണ്ടയും അതേപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എമർജൻസി സിറ്റുവേഷനുകളിൽ പലപ്പോഴും അവിടെ എത്തേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തായിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിൽ പല തവണ 1-2 തവണയൊക്കെ ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം അതായിരുന്നു. അപ്പോൾ നല്ല രീതിയിലേക്ക് 2.5 വർഷം മുൻപ് എൻ്റെ ഉമ്മ മരണപ്പെട്ടു. അപ്പോൾ രണ്ടുപേരും മരണപ്പെട്ടു. രണ്ടുപേരുടെയും ഇനിയുള്ള മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾക്ക് ക്ഷമയോടുകൂടി മുന്നോട്ട് പോകാനും മനക്കരുത്തോടുകൂടി മുന്നോട്ട് പോകാനും നല്ല ഒരുമയോടുകൂടിയിട്ട് മുന്നോട്ട് പോകാൻ എല്ലാത്തിനും ഉള്ള നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകാം. എനിവേ, ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതാണ്, ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ അറിയിക്കണം എന്നുണ്ടായിരുന്നു. വൈകിയതിൽ ക്ഷമിച്ചു, കാരണം നിങ്ങൾ എല്ലാവരും പലരും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകും എന്താണ് സംഭവിച്ചത്, എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ. ഒന്നുമില്ല, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ബ്രേക്ക് എടുത്താണ്. പക്ഷെ നമ്മൾ മെഡിറ്റേഷൻ തുടർന്നിരുന്നു. നിങ്ങളെല്ലാവരും മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ സമയങ്ങളിലും നിരന്തരം നമ്മുടെ ടീമിനെയും നമ്മുടെ പ്ലാറ്റ്ഫോമിനെയും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുള്ള ശരത് സാറിനും അതേപോലെ തന്നെ മറ്റുള്ള ടീം മെമ്പേഴ്സിനും മെന്റേഴ്സിനും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ദർ ആൻഡ് സപ്പോർട്ടിങ്. അതേപോലെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രതീക്ഷ നഷ്ടപ്പെടാതെ കൂടെ നിന്നതിൽ, ഇപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നതിൽ താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് തൽക്കാലം ആ ഒരു കാര്യങ്ങൾ അവിടെ മാറ്റിവെക്കാം.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ക്ലാസ്സുകൾ. ഓക്കെ, ക്ലാസ്സുകളിലേക്ക് വരാം. ഇനിയും നമുക്ക് ക്ലാസ്സുകളും കാര്യങ്ങളുമായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ ആണല്ലോ? റെഡി? അപ്പം ഈ ഒരു വിഷമം നിങ്ങളിത് കേൾക്കുമ്പോൾ വിഷമാവസ്ഥയിൽ നിന്ന് മനസ്സിലെന്ന് വെച്ചാൽ അത് ഉള്ളിലേക്ക് വല്ലാണ്ട് എടുക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, അത് നല്ലതാണ്. നല്ല കാര്യമായിട്ട് നല്ല രീതിയിലേക്ക് അസുഖങ്ങളോ പ്രയാസങ്ങളോ കൊണ്ട് ഒരാൾ ബുദ്ധിമുട്ടുന്നതിനെക്കാട്ടും അല്ലേ, അറിയാലോ സംഗതികൾ, സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. അപ്പം ഒരു വളരെ നല്ല രീതിയിൽ എല്ലാവരും അങ്ങനെ ഒരു രീതിയിൽ അതിനെ എടുക്കുക, വളരെ നല്ല രീതിയിലേക്ക് കാണുക. അപ്പൊ ഇനി നമുക്ക് നമ്മളുടെ ക്ലാസ്സുകളിലേക്ക് വരാം. ക്ലാസ്സുകളിലേക്ക് വന്നിട്ട് ക്ലാസ്സുകളിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്താണ്? 20-ാം തീയതി നമ്മളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാവരും അറിഞ്ഞിരിക്കുന്നു വിചാരിക്കുന്നു. നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അറിയുക, 20-ാം തീയതി നമ്മളുടെ ക്ലാസ് ആരംഭിക്കുന്നുണ്ട്. ആ കോഴ്സിലേക്ക് നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നുണ്ട്. നിങ്ങൾ വരിക, പങ്കെടുക്കുക. കോഴ്സ് എന്താണ്? നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ സഹായിക്കുന്ന, നിങ്ങളുടെ ട്രോമാസ് ഹീൽ ചെയ്യാൻ സഹായിക്കുന്ന, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമാസിനെ ഹീൽ ചെയ്തിട്ട് ഹയർ എനർജിയിലേക്ക് നിലനിർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു സംഗതിയാണ്. അപ്പൊ ആ ഒരു കോഴ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നത്. 30 days പ്രോഗ്രാമാണ് 20-ാം തീയതി നടക്കുന്നത്. ഇനി ഇന്നെന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തിരുന്നു. ഓരോ ദിവസവും ഇങ്ങനെ പല രീതിയിലുള്ള റിസർച്ചുകൾ നടക്കാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇമോഷണൽ പാറ്റേൺസ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കും. റെഡി? ഇഫ് യു റെഡി, ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, നിങ്ങളെല്ലാം സപ്പോർട്ട് നൽകണം, പോസിറ്റീവ് ആയിട്ടുള്ള സപ്പോർട്ട് നൽകണം കേട്ടോ. ഓക്കെ, റെഡി ആണോ? ആർ യു റെഡി? ഗിവ് മീ ദ സപ്പോർട്ട്. ഓക്കെ, യെസ്, റെഡി. എന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. സോ ഇമോഷണൽ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫ് എങ്ങനെ നമ്മൾ തകർക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്ത് ചെയ്യുന്നു, പ്രശ്നത്തിലാകുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇമോഷണൽ പാറ്റേൺസ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ലൈഫിലെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നിങ്ങൾക്ക് ലൈഫിൽ പരാജയങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. സോളാം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ. നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രത്യേക പാറ്റേൺ റിപ്പീറ്റഡ് ആവുന്നതായിട്ട് കാണാൻ പറ്റും ലൈഫിൽ. ആ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നത്, അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സാമ്പിൾ പറയാം. ഒരു മായ എന്ന് പറയുന്ന പെൺകുട്ടി, ഇവളെന്ത് ചെയ്യുന്നു, ഇപ്പം അവർക്ക് 42 വയസ്സുണ്ടെന്ന് കുട്ടിക്കും. അപ്പൊ മായ എന്ന് പറയുന്ന ഒരു എന്താ പറയാ പെൺകുട്ടി എന്ന് പറയുന്നതിനെങ്കിൽ അപ്പൊ അന്ന് 10-23 വയസ്സുള്ള സമയത്ത് ജോലി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ മായ എന്ന പെൺകുട്ടിയുടെ അവരുടെ ജീവിതത്തിൽ അവരെന്ത് ചെയ്യുന്നു, പല പ്രതിസന്ധികൾ, പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോകും. ഇപ്പൊ അവരുടെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ 42 വയസ്സായിട്ടുണ്ട്. അവർക്ക് വിവാഹം കഴിച്ചിട്ടില്ല. ആദ്യം ഒരു വിവാഹം ഉണ്ടായിരുന്നു, അത് കഴിച്ചു, അത് ഡിവോഴ്സായി. അത് കഴിഞ്ഞതിന് ശേഷം അവരൊരാളുമായിട്ട് പ്രണയത്തിലായി. 2 വർഷത്തോളം ആ പ്രണയം മുന്നോട്ട് പോയി, 2-2.5 വർഷത്തോളം. പിന്നെ അത് ബ്രേക്കപ്പ് ആയി. മൂന്നാമതൊരു പ്രണയം ഉണ്ടായി. അത് ആണ് ഇപ്പോ ഉള്ള പ്രണയം. നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കേസ് സ്റ്റഡി പറയാണ്. അവരുടെ മറ്റൊരു സംഗതി പറയുകയാണെങ്കിൽ അവർക്ക് ജോബ് ഉണ്ടായിരുന്നു, ജോലി. ഇപ്പൊ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇതിന്റെ ഇടയിൽ അവര് 5 തവണ ജോലി ചേഞ്ച് ആയിട്ടുണ്ട്. 5 തവണ ജോലി ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു 25 വയസ്സ് ആ ഒരു പ്രായത്തിലൊക്കെ ജോലിയിലേക്ക് പ്രവേശിച്ചിട്ട് അവർ എന്താ വെച്ചാൽ 5 തവണ ജോലി മാറിയിട്ടുണ്ട്. അപ്പോ ഈ ജോലി മാറിയത് അവർക്ക് മടുത്തിട്ട് ഒരു ഫ്രസ്ട്രേഷൻ വന്നിട്ട് ആണ് മാറിയിട്ടുള്ളത്. അവർ മാറാൻ കാരണം അവിടുത്തെ ബോസാണ്. അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യത്തിലൂടെ അവർ കടന്നു പോകുന്നു. സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യുന്നു, അവിടുന്ന് മാറും. നേരത്തെ പറഞ്ഞിട്ടുള്ള അവരുടെ ബ്രേക്കപ്പിന്റെ കാരണം അവരുടെ പാർട്ട്നേഴ്സ് പെർഫെക്റ്റ് അല്ല എന്നുള്ളൊരു കാരണമാണ്. എന്നിട്ട് പാർട്ട്നേഴ്സുമായിട്ട് വഴക്കുണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് ആ ഒരു റിലേഷൻഷിപ്പുകൾ തകർന്നു പോയിട്ടുള്ളത്.
അപ്പൊ ഇവരുടെ ഒരു സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവരോട് കൗൺസിലിംഗ് സമയത്ത് കൗൺസിലർ ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കോച്ചിങ് കൊടുക്കുന്ന കൗൺസിലർ ചോദിച്ചു, അവരെന്താ ചോദിച്ചത്, അവർ കുറച്ച് കൊടുത്ത കുറച്ച് സംഗതികളുണ്ട്. എന്താ കൊടുത്തിട്ടുള്ളത്? അവര് ചോദിച്ചു, ഈ ഒരു സംഭവങ്ങൾ എത്ര കാല ഗ്യാപ്പിനിടയിലാണ് ഉണ്ടാകുന്നത്? അപ്പൊ ജോലി നഷ്ടപ്പെടുന്നത് ഏകദേശം 2-3 വർഷം പൂർത്തിയാകുമ്പോഴാണ് ജോലി ചേഞ്ച് ആവുന്നത്. ജോലി ഇങ്ങനെ ചേഞ്ച് ആവുന്ന ഒരു സംഗതി. ആദ്യത്തെ ജോലി കുറച്ചു കാലം പോയി, പിന്നീട് ആ ജോലി 2-3 വർഷം കഴിയുമ്പോൾ ജോലി ചേഞ്ച് ആവും. ഒരു 3 വർഷം കൂടുമ്പോഴോ 2 വർഷം കൂടുമ്പോഴേക്ക് ആ ജോലി ചേഞ്ച് ആകും. പിന്നെന്താണ്, ഈ റിലേഷൻഷിപ്പിന്റെ കാര്യം വരുന്ന സമയത്ത് അവര് വൈകിയാണ് വിവാഹം കഴിച്ചത്. 30 വയസ്സിന് ശേഷമാണ് വിവാഹം കഴിച്ചത്. അത് ഏകദേശം ഒരു 4 ഇയേഴ്സ് മുന്നോട്ട് പോയി. 4 to 5 ഇയേഴ്സിന്റെ അടുത്ത് മുന്നോട്ട് പോയി. പിന്നീടുള്ളത് 2.5 വർഷം, 2 വർഷം, അങ്ങനെയുള്ള 2.5 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി. പിന്നെ അടുത്ത റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തില്ല, കുറച്ച് കഴിഞ്ഞാരെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഗ്യാപ്പ് വന്നു, പിന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ 2.5 വർഷം ആവാനായി തുടങ്ങി. വീണ്ടും അവർക്ക് എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുമെന്നുള്ള പേടിയുണ്ട്. അവരുടെ ലൈഫിൽ വീണ്ടും പ്രശ്നങ്ങൾ വരും. ഇതൊരു എക്സാമ്പിൾ ആണ് ഒരാളുടെ ജീവിതം. പക്ഷേ ഇതിനെപ്പറ്റി കൗൺസിലർ വീണ്ടും അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ് വരുമ്പോഴാണ് ആ ഒരു സമയത്ത് വരുന്ന ഒരു പെയിൻ ഉണ്ടാകും, ശരീരത്തിൽ നിങ്ങൾക്ക് വരുന്ന ഒരു പെയിൻ ഉണ്ടാകും, ഒരു സങ്കടം ഉണ്ടാകും, ഒരു വിഷമം ഉണ്ടാകും. അങ്ങനെയാണ് നിങ്ങൾ ഈ തീരുമാനങ്ങളൊക്കെ ജോലി ചേഞ്ച് ചെയ്യുന്ന തീരുമാനം, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബ്രേക്കപ്പ് ആവുന്ന സമയം. ഈ ബ്രേക്കപ്പ് ആവുന്ന സമയത്തോ അല്ലെങ്കിൽ ആവുന്നതിന്റെ തൊട്ടുള്ള ആ ഒരു പീരീഡിൽ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പുള്ള പീരീഡിൽ നിങ്ങൾ പൊതുവെ ഫീൽ ചെയ്യുന്ന ഒരു ഫീലിംഗ് എന്താ? അപ്പൊ അവര് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ 3 ഫീലിംഗ് അവർക്ക് ഫീൽ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഒന്ന്, ഫ്രസ്ട്രേഷൻ. ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും, സഹിക്കാൻ പറ്റൂല, ഒരു ഇറിറ്റേഷൻ വരും, അല്ലാണ്ട് ഫ്രസ്ട്രേഷൻ വരും. അടുത്തത് എന്താണ്? ഹോപ്പ്ലെസ്നെസ്. അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെടും. അടുത്തത് എന്താണ്? ഹെൽപ്ലെസ്. അവര് നിസ്സഹായരായി. ഈ 3 ഫീലിങ്സ്, ഇമോഷൻസ് അവർക്ക് വേദനയായിട്ട് അനുഭവപ്പെടാറ്. അപ്പൊ അവരോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് വരാറുണ്ട്, ഈ ഒരു അവസ്ഥ വരാറുണ്ട്. ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫ്രസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ ദേഷ്യം ഉണ്ടാകും, വല്ലാത്ത പേരുണ്ടാകും സംഗതിയാണ്. ഇത് ഈ ആദ്യത്തെ 5 തവണ ജോലി നഷ്ടപ്പെടുന്ന സമയത്തും ഇവർക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത സമയത്ത് ഇവർക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അവരോട് കൗൺസിലർ ചോദ്യം ചോദിക്കുകയാണ്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഓരോ തവണയും നിങ്ങൾ പ്രശ്നമുണ്ടാകും, നിങ്ങൾ തകരും, നിങ്ങൾക്ക് അതായത് ഒരു എല്ലാം ഹോപ്പ്ലെസ്നെസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കലി ഇവർക്ക് എന്താ വെച്ചാൽ തോന്നും, എല്ലാം അവസാനിക്കാൻ പോകണം, ഇനി എന്റെ ജീവിതത്തിലൊന്നും നടക്കില്ല. ഇവർ ചിന്തിക്കാൻ തുടങ്ങുന്ന വെച്ചാൽ ഇനി ഒന്നും നടക്കില്ല, ഞാൻ ആകെ പിടുത്തം വിട്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് എല്ലാം അവസാനിച്ചാൽ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു. ഇന്ന് ആത്മഹത്യ ചെയ്യുന്നുണ്ടോ? ഇല്ല, ആത്മഹത്യ ചെയ്യുന്നില്ല. ക്വിറ്റ് ചെയ്യുന്നുണ്ടോ? എല്ലാം ആ ജോബ് ക്വിറ്റ് ചെയ്യുന്നുണ്ടോ? ജോബ് ക്വിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ വേറെ ജോബ് കണ്ടെത്തും. സംഗതി എന്താണ്? ഇതിനെ പറയുന്ന പേരാണ് ഇമോഷണൽ പാറ്റേൺസ് റിപ്പീറ്റിഷൻ. ഇവരൊരു സൈക്കിളിൽ പെട്ടിരിക്കുകയാണ്, ഇവരൊരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. ഇതേപോലെ നമ്മളിൽ അധികം ആൾക്കാരും ഇതേപോലെ എന്താ വെച്ചാല് ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ എന്താ വെച്ചാല് ഇമോഷണൽ ട്രാപ്പില് പല ആൾക്കാരും പെട്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ നിങ്ങൾ എടുത്ത് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രതിസന്ധികൾ വന്ന ദിവസങ്ങൾ, സമയങ്ങളൊന്നും എടുത്ത് നോക്കി. നിങ്ങൾ സാഹചര്യങ്ങൾ, സ്ട്രെസ് കൊണ്ട് നിങ്ങൾ നിർത്തിപ്പോയിട്ടുള്ള സാഹചര്യങ്ങൾ എടുത്ത് നോക്കൂ. നിങ്ങളുടെ ബിസിനസ് തകർന്ന സമയം നിങ്ങളുടെ ഒളിച്ചോട്ടമായിരുന്നില്ലേ? നിങ്ങളുടെ ബിസിനസ് തകർന്നത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള സമയങ്ങളൊക്കെ എടുത്ത് നോക്കൂ, പ്രതിസന്ധികൾ ഉണ്ടായിട്ടുള്ള സമയമൊക്കെ എടുത്ത് നോക്കൂ. ആ സമയങ്ങളിലെല്ലാം നിങ്ങൾക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ കാരണങ്ങളുണ്ടോ? പറഞ്ഞോ?
ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ അത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വല്ലാണ്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, വല്ലാണ്ട് പെയിൻ വരുന്നു, വല്ലാണ്ട് ബുദ്ധിമുട്ട് വരുന്നു. ആ സമയത്ത് നിങ്ങൾ ക്വിറ്റ് ചെയ്യുന്നു, നിർത്തിപ്പോകുന്നു. ഇനി പറ്റില്ല, ഇനി നടക്കില്ല, ഇനി ഇത് വിജയിക്കില്ല, ഇനി ഇത് മുന്നോട്ട് പോകില്ല. അത് ബിസിനസ് ആവാം, ബന്ധങ്ങളാവാം, സൗഹൃദ ബന്ധങ്ങളാവാം, ഒരു പ്രൊജക്ട് തുടങ്ങി അവസാനിപ്പിച്ചതാവാം, ഒരു കോഴ്സ് തുടങ്ങിയിട്ട് പഠിച്ചിട്ട് അവസാനിപ്പിച്ചതാവാം. കൺസിസ്റ്റൻസി ഇല്ല എന്ന് പലരും പറയാറുണ്ട്. സ്വർണ്ണ ജിമ്മിൽ പോയി തുടങ്ങിയിട്ട് അത് നിർത്തിയതാവാം. യെസ് ഓർ നോ പറ. നിങ്ങൾ ജിമ്മിൽ പോയിട്ട് തുടങ്ങുന്നു, മോർണിംഗിൽ എണീക്കാൻ വേണ്ടി തുടങ്ങുന്നു, വായന തുടങ്ങാൻ ശ്രമിക്കുന്നു, വാട്ട് എവർ ഇറ്റ് ഇസ്, യു ഡോണ്ട് ഹാവ് എ കമ്മിറ്റ്മെന്റ്. നിങ്ങൾ പറയുന്നത് എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഇഷ്യൂ ആണുള്ളത്, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഇല്ല, നീട്ടിവെക്കുന്ന സ്വഭാവമാണ്, മടിയാണെന്നൊക്കെ നമ്മൾ പറയും. ഇറ്റ്സ് നത്തിങ് ബട്ട് ഇമോഷണൽ പാറ്റേൺ റിപ്പീറ്റിംഗ്. നിങ്ങൾ എനിക്ക് റിപ്ലൈ തരണം കേട്ടോ, എന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ശരത് നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളും അറിയിക്കുക സെഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഇമോഷണൽ പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കൂ. നിങ്ങൾ എപ്പോഴൊക്കെ ക്വിറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ഫീൽ ചെയ്തിട്ടുള്ള ഇമോഷൻ സെയിം ആണ്, സിമിലർ ആണ്. ഒന്നെങ്കിൽ നിങ്ങൾ വല്ലാണ്ട് ദുഃഖിതയായിട്ടുണ്ട്, ദേഷ്യം വന്നിട്ടുണ്ട്, ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, ഇറിറ്റേഷൻ വന്നിട്ടുണ്ട്, പെയിൻ വന്നിട്ടുണ്ട്. ശരിയല്ലേ? ശൈല പറയുന്നു യെസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് ഇമോഷനാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്? നിങ്ങളുടെ ലൈഫ് സ്ഥിരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു 3-4 ഇമോഷൻസ് ഉണ്ടാവും. ഈ ഇമോഷൻസിനെ ഡീൽ ചെയ്താൽ മതി, ഹീൽ ചെയ്താൽ മതി, നിങ്ങളുടെ ലൈഫ് ക്ലിയർ ആകും. എങ്ങനെയുണ്ട് ഹാപ്പിനെസ്? ഈ ഇമോഷൻസ് വന്നത് എവിടുന്നാണ് എന്നുള്ള, ഇതിന്റെ തുടക്കം എവിടുന്നായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നമ്മളുടെ ചെറുപ്പകാലത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. നിങ്ങളൊന്ന് പറഞ്ഞ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് ഒന്ന് കമന്റ് ചെയ്തേ. ഒരു 3 ഇമോഷൻസ്. നിങ്ങൾ ഇതിനു മുൻപ് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി ക്വിറ്റ് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ നിർത്തിയ സമയത്ത്, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തു ഇനി എനിക്ക് പറ്റില്ല, എനിക്ക് നിങ്ങൾ വല്ലാണ്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളിപ്പോ സ്റ്റക്കായി കിടക്കുന്നുണ്ടാവും ചില കാര്യത്തിൽ. അതാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, സ്ട്രെസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഇമോഷൻ എന്താ? പേടിയാണോ? സത്യസന്ധമായിട്ടൊന്ന് കമന്റ് ചെയ്ത്, ഒന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ആകും. ഡിപ്രഷൻ വരുന്നു പറഞ്ഞു. ഓക്കെ, ഡിപ്രഷൻ വരും. ഓക്കെ, ഡിപ്രഷൻ വരും. അപ്പൊ ഡിപ്രഷന്റെ പിന്നിലുള്ള ഒരു ഫീലിങ്സ് എന്താ? ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു വലിയ വേർഡാണ്, ഇതൊരു ജനറൽ വേർഡാണ്. അപ്പൊ അതിന്റെ എന്ത് ഫീലിങ്സ് ആണ് ഫീൽ ചെയ്യാറുള്ളത്? ലൈക്ക് ആങ്സൈറ്റി വരും, ഓക്കെ, പേടി വരും, ഓക്കെ, ബിസിനസ് ഫെയിൽ ആയിട്ടുണ്ട്, പരാജയം, അത് പരാജയം. അസുരു പറഞ്ഞിരിക്കുന്ന ശാല് ബിസിനസ് ഫെയിൽഡ് ആയി എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഫെയിൽ ആകുന്ന സമയത്ത് വെറുതെ ഫെയിൽ ആവില്ല, സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള പെയിൻ എന്താ അത് പറയും. മടി വരുന്നു, ഓക്കെ, ലേസിനെസ്, മടി വരുന്നതിന്റെ ഒന്നുകൂടെ അതിന്റെ ഡെപ്തിലേക്ക് പോയിക്കും. മടിയുടെ ഡെപ്തിലേക്ക്. മടിക്ക് കാരണം എന്തായിരിക്കും? ഇനി ഒന്നും നടക്കില്ല എന്നുള്ള ഹോപ്പ്ലെസ്നെസ് ആണോ? ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള ഹോപ്പ്ലെസ്നെസ് ആണോ? എന്തൊരു ജീവിതം. യെസ്, ഹെൽപ്ലെസ്. സെലീന പറയും എന്തൊരു ജീവിതം, എന്ത് ഫ്രസ്ട്രേഷൻ ആണ്. എന്തൊരു ജീവിതം എന്ന് പറയുന്ന വേർഡ് ഫ്രസ്ട്രേഷൻ. നോട്ട് ചെയ്ത് വെച്ചു, ഫ്രസ്ട്രേഷൻ ആണ്. ഫ്രസ്ട്രേഷൻ, ഹെൽപ്ലെസ്. ഇനി എന്നെ കൊണ്ട് നടക്കില്ല, ഞാൻ തളർന്നു. യെസ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഹെൽപ്ലെസ്നെസ്. ഷഹീന പറയും ഹെൽപ്ലെസ്നെസ്. ഫിയർ, പേടി വരും. ഓക്കെ, ബിസിനസ് ഫെയിൽ ആകുമ്പോൾ എന്താ സംഭവിക്കും? ആങ്സൈറ്റി വരും. ഓക്കെ, ഡിപ്രഷൻ. ഓക്കെ, ദെൻ അപ്പൊ എന്താണ് ഫീലിങ്സ്? ഒന്ന് കമന്റ് ചെയ്തേ. ലേസിനെസ് 3 എഴുതണം കേട്ടോ. നമ്മുടെ എനർജി പോകും. ഞാൻ എനർജി എനിക്ക് നഷ്ടപ്പെടുന്നു. അപ്പൊ അത് എഴുതുക. ആ ഫീലിങ്സ്, എനർജി, തീരെ എനർജി, ലാക്ക് ഓഫ് എനർജി. നിരാശ വരുന്നു. ഓക്കെ, വല്ലാത്തൊരു വിഷമം വരുന്നു. ഹോപ്പ്ലെസ്. യെസ്, ഹോപ്പ്ലെസ് ആയിട്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. ഈ ഹോപ്പ്ലെസ് ആകുമ്പോൾ, ഈ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ, ഈ പേടി വരുമ്പോൾ, ഈ ദേഷ്യം വരുമ്പോൾ, ഇതിലൂടെ കടന്നു പോകുമ്പോൾ, ഇതിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ നിങ്ങൾ പുതിയ തീരുമാനം എടുത്ത്? അല്ലെ? അതായത് ലൈഫ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? ഇതിൽ നിങ്ങൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊരു വഴി, നിങ്ങൾക്ക് ആ പെയിന് നിങ്ങൾക്ക് കൂടുതൽ കാലം അനുഭവിക്കാൻ വയ്യ.
ആ പെയിൻ എന്ത് ചെയ്യൂ, നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം. ആ പെയിനിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണം, അത് നിങ്ങൾക്ക് സഹിക്കാൻ വയ്യ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നുകിൽ പോയിട്ട് ഒരു കോഴ്സ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്യും? നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. ഓക്കെ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള പേടി. ഓക്കെ, അത് നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തുന്നുണ്ടാവും. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത്. ഓക്കെ, ശരി, ഞാൻ തീരുമാനം എടുത്ത് രക്ഷപ്പെട്ടാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? സർ, നമ്മൾക്ക് ജോബ് നഷ്ടപ്പെടുന്നത് നമ്മുടെ തീരുമാനം കൊണ്ടായിരുന്നില്ല. ആണോ? അല്ല, നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ തന്നെ തീരുമാനം കൊണ്ടാണ് അത്. നമ്മുടെ തീരുമാനം എന്ന് പറയുന്നത് നമുക്ക് അതിനെ ഫൈറ്റ് ചെയ്യാനോ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള എനർജി ഇല്ല, ധൈര്യമില്ല, ആവേശമില്ല, ആത്മവിശ്വാസമില്ല. അത് ഇതിലൂടെ ഫേസ് ചെയ്ത് പോകാൻ. യെസ് ഓർ നോ? മേ ബി അങ്ങനെയും ആയിക്കൂടെ. ഞാൻ ആണെന്ന് പറയല്ല, മേ ബി അങ്ങനെ ആയിക്കൂടെ. നമുക്ക് അതിനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യാനുള്ള ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് സൊല്യൂഷൻ കണ്ടെത്താനുള്ള അതുവരെ ശ്രമിച്ച് അതിലൂടെ കടന്നു പോകാൻ നമുക്ക് വയ്യ. അപ്പൊ നമ്മൾ എന്നെ കൊണ്ട് നടക്കില്ല എന്ന ഫീലിങ്സിലേക്ക് പോയി, ഹെൽപ്ലെസ്നെസ്സിലേക്ക് പോയി. അങ്ങനെ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാതെയായി. അങ്ങനെ ആക്ഷൻ എടുക്കാൻ പറ്റാതായപ്പോ റിസൾട്ട് ഡൗൺ ആയി. റിസൾട്ട് ഡൗൺ ആയപ്പോ എന്തായി? ബോസുമാരെന്തായി? നമ്മളെ ഫയർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അല്ലെ, അവർ തീരുമാനം എടുക്കുന്നു, നിങ്ങളെ കൊണ്ട് ഇത് പറ്റില്ല, നിങ്ങൾ ക്വിറ്റ് ചെയ്തോളൂ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ക്വിറ്റ് ചെയ്യും. നമ്മൾ കീഴടങ്ങും. ചിലപ്പോൾ ഈ സ്ട്രെസ് നമുക്ക് വരുമ്പോൾ നമ്മൾ തളർന്നു പോകും, നമ്മൾ തകർന്നു പോകും, കീഴടങ്ങിപ്പോകും, നമ്മൾ ഒളിച്ചോടും. ഇതല്ലേ ട്രോമ റെസ്പോൺസ്? നമ്മൾ ദേഷ്യം പിടിക്കും, നമ്മൾ ഇറങ്ങിപ്പോകും, ഒന്നും വേണ്ടാന്ന് വെക്കും, നമ്മളെല്ലാം അവസാനിപ്പിക്കാൻ തോന്നും. ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്ന കാണാം ലൈഫിൽ തുടർച്ചയായിട്ട്. അപ്പൊ അവിടെ എന്താണ് നമ്മൾ കാണുന്നത്? ഒരു കമ്മിറ്റ്മെന്റ് ഇഷ്യൂ ആണ് കാണുന്നത്. കമ്മിറ്റ്മെന്റ്, നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അവിടെ എന്താ വെച്ചാൽ കമ്മിറ്റഡ് ആയിട്ട് നമുക്ക് അതിനെ ഫേസ് ചെയ്ത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് പുറത്ത് മനസ്സിലാവുന്നുണ്ടോ? കഴിവ് പുറത്തെടുക്കാൻ പറ്റാതെ നമ്മൾ അല്ലെ, റിസൾട്ട് കുറവായി പോകും. യെസ്, റിസൾട്ട് കുറവായി പോകും. അപ്പൊ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഏത് ഇമോഷൻസ് ആണ്? 3 ഐഡന്റിഫൈ യുവർ ഇമോഷൻസ്. ദാറ്റ്സ് യുവർ ഇമോഷണൽ ബ്ലോക്ക്. അത് 3 4 ആകാം. ആ ഇമോഷൻസിനെ മറികടക്കാനുള്ള ആ ഇമോഷൻസ് നമുക്ക് തരുന്ന 2 കാര്യങ്ങളുണ്ട്. ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ് തരുന്നുണ്ട്. എന്തൊക്കെ ലിമിറ്റിംഗ് ബിലീഫ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്? എന്തൊക്കെ ഡിസിഷൻസ് ആണ് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സെൽഫ് ഇമേജ് ഉണ്ട്, ലിമിറ്റിംഗ് സെൽഫ് ഇമേജ് നിങ്ങൾക്ക് തരുന്ന സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പോരാ, എന്നെ കൊണ്ട് നടക്കില്ല, എനിക്കൊരു കൺസിസ്റ്റൻസി പ്രശ്നമുണ്ട്, എനിക്ക് ആങ്സൈറ്റി ഉള്ള ഒരാളാണ്, ഞാൻ പേടിയുള്ള ഒരാളാണ്, എല്ലായ്പ്പോഴും എൻ്റെ ജീവിതം ഇങ്ങനെയാണ് എന്ന ചില ബിലീഫുകളുണ്ട്. അതായത് നമുക്ക് നമ്മളെ കുറിച്ച് വെച്ചാൽ ഐ ആം ഹെൽപ്ലെസ്. ഹെൽപ്ലെസ് എന്ന് പറയുന്ന വാക്ക് എന്താണ്? എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയാത്ത. അതിന്റെ നേരെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? ഈ ഹെൽപ്ലെസ് എന്ന് പറയുന്ന വേർഡ് ഇമോഷൻ എഴുതിയിട്ട് ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വളരെ പവർഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ പ്രോഗ്രാംഡ് മൈൻഡ്. നിങ്ങളുടെ ഇമോഷണൽ പാറ്റേൺ ഇതാണ്. ഈ ഇമോഷണൽ പാറ്റേൺ ആണ് നിങ്ങളുടെ എനർജി തീരുമാനിക്കുന്നത്. ഈ ഇമോഷണൽ പാറ്റേൺ ആണ് നിങ്ങളുടെ ബിലീഫ് തീരുമാനിക്കുന്നത്. ഈ ഇമോഷൻസിനെ കറക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിലീഫ് ആയിക്കോട്ടെ, നിങ്ങളുടെ എനർജി ആയിക്കോട്ടെ, നിങ്ങളുടെ വർക്ക് എത്തിക് ആയിക്കോട്ടെ, നിങ്ങളുടെ ബിലീഫ് ആയിക്കോട്ടെ, ആറ്റിറ്റ്യൂഡ് ആയിട്ട്, ഇതിനെല്ലാം തീരുമാനിക്കുന്നത് എന്താണ്? ഈ ഇമോഷണൽ പാറ്റേൺ. ഈ ഇമോഷണൽ പാറ്റേണിന്റെ ഓപ്പോസിറ്റ് നമുക്ക് ഫീൽ ചെയ്യണം. അപ്പൊ ഹെൽപ്ലെസ്നെസിന്റെ യെസ്, ഹെൽപ്ഫുൾ, ഐ ആം ഹെൽപ്ഫുൾ, ഞാൻ ഹെൽപ്ഫുൾ ആണ്, ഐ ആം കേപ്പബിൾ. അടുത്ത എന്താ? ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് പറഞ്ഞു അല്ലെ, എനിക്ക് വല്ലാണ്ട് അതാണ് പറയുന്നത്. ഇനി ഒന്നും നമുക്ക് അവിടെ നേരത്തെ പറഞ്ഞു. അടുത്തെന്താണ്? അല്ലെ, എന്തൊരു ജീവിതം എന്ന ഫ്രസ്ട്രേഷൻ. അതെന്താണ്? ഞാൻ ദേഷ്യം വല്ലാണ്ട് ഫ്രസ്ട്രേഷൻ വരിക, ഇറിറ്റേഷൻ വരിക, സ്ട്രെസ് വരിക. അവിടെ എന്താണ്? കാം.
അപ്പൊ അവിടെ നമുക്ക് നമ്മളെ ഇമോഷൻ എന്താ ക്രിയേറ്റ് ചെയ്യേണ്ട, ഇമേജ് എന്താ ക്രിയേറ്റ്, ഐ ആം കാം, ഞാൻ വളരെ കാമാണ്. ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ, ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണ്, ഈ ഫ്രസ്ട്രേഷൻ ആണ് ഞാൻ ഫ്രസ്ട്രേറ്റഡ്. ഞാൻ പൊതുവെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഫ്രസ്ട്രേറ്റഡ് ആണ്, ഈ ഫ്രസ്ട്രേഷൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ക്വിറ്റ് ചെയ്യും, അപ്പോൾ നമ്മൾ ഇറങ്ങിപ്പോ, അപ്പോൾ നമ്മുടെ പ്രൊജക്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും, അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യും. സോ വി ഹാവ് ടു ഫിക്സ്, ദിസ് ഇസ് അവർ ഇഷ്യൂ, ദിസ് ഇസ് അവർ ഇഷ്യൂ. നമ്മളുടെ ഇഷ്യൂസ് നമ്മൾ തിരിച്ചറിയണം, അതിന് നമ്മൾ നമ്മുടെ ഇമോഷണൽ പാറ്റേൺസ് തിരിച്ചറിയണം. സോ നമ്മുടെ ഇമോഷണൽ പാറ്റേൺ എന്താണ്? ഐ എം ഹെൽപ്ലെസ് എന്നാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ഐ എം ഹെൽപ്ഫുൾ, ഞാൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിവുള്ള ആളാണ്. ഐ ആം ഹെൽപ്ഫുൾ ഫോർ മൈ സെൽഫ്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിവുള്ള ആളാണ്. അതിന്റെ വകഭേദങ്ങൾ എന്താണ്? അതിന്റെ മറ്റുള്ള വിശേഷണങ്ങൾ എന്താണ്? ഐ ആം കേപ്പബിൾ, ഐ ആം ഹെൽപ്ഫുൾ, ഐ ആം കേപ്പബിൾ, ഐ ആം സ്ട്രോങ്. ഇതിന്റെ നിങ്ങൾക്ക് ഐ ആം വീക്ക് എന്നാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഐ ആം സ്ട്രോങ് എന്ന വേർഡ് നിങ്ങൾ റീപ്ലേസ് ചെയ്യണം. ഇമോഷൻസിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇമോഷണൽസിന്റെ പ്രശ്നം, ഇമോഷൻസ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്ന ഫീലിങ്സ് പെട്ടെന്ന് മൈൻഡിൽ സ്റ്റോർ ആകും, സ്ട്രോങ് ആയിട്ട് അത് മാറും. കാരണം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് ആഴ്ന്നിറങ്ങും. അത് മാത്രമല്ല, അത് അൺകോൺഷ്യസ്ലി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഫീലിങ്സ് എപ്പോഴൊക്കെ ഫീൽ ചെയ്യുന്ന അപ്പോഴൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട്, അപ്പൊ റിപ്പീറ്റേഷൻ എന്താ സംഭവിക്കുക? അത് നമ്മൾ വളരെ സ്ട്രോങ് പ്രോഗ്രാമിംഗ് ആയി മാറും. അപ്പൊ നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്യണം? കോൺഷ്യസ്ലി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മളെ ട്രെയിൻ ചെയ്യണം, നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ പറയണം, ഇത് ഐ ആം ഹെൽപ്ഫുൾ, ഐ ആം കേപ്പബിൾ, ഐ ആം കോൺഫിഡൻറ്റ്, എന്നെ കൊണ്ട് ഇത് പറ്റും എന്നുള്ള സംഗതികൾ കൊടുക്കണം, ഈ വേർഡ്സ് കൊടുക്കണം. അമാനി അബ്ബാസ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഞാനത് പറയാം, അതിലേക്ക് വരാം. ഓക്കെ, അടുത്ത എന്താണ്? ഇമോഷണൽ പാറ്റേൺസ് പറഞ്ഞു അല്ലേ? ഇമോഷണൽ പാറ്റേൺസിൽ അടുത്ത ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് നേരത്തെ പറഞ്ഞു അല്ലേ, ഐ ആം കാം എന്ന് പറയണം. സ്ട്രെസ്ഫുൾ എന്നാണ്, നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്, ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ ഐ ആം കാം എന്ന് പറയാം. ഐ ആം കാം, ഈ വേർഡാണ് എഴുതി വെക്കുന്നത്. ഇതിനെ റീപ്ലേസ് ചെയ്യണം. എന്താണ്? സ്ട്രെസ്, ഈ സംഗതിനെ ഫീൽ ചെയ്തിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്യണം. അടുത്തത് എന്താണ്? അടുത്ത വേർഡ് എന്തായിരിക്കാം അല്ലെ? ചിലർക്ക് സ്ട്രെസ്ഡ് ആണ്, ഫ്രസ്ട്രേഷൻ ആണെന്ന് പറഞ്ഞു. ചിലരെന്താണ്? ചിലരുടെ പ്രശ്നം എന്താ? ഐ എം എ ക്വിറ്റർ അല്ലെ, ക്വിറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഹോപ്പ് നഷ്ടപ്പെട്ടു, ഹോപ്പ്ലെസ്. ഹെൽപ്ലെസ് എന്ന് പറഞ്ഞു, പിന്നെ ഹോപ്പ്ലെസ്, യെസ്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അപ്പൊ അയാളുടെ പ്രത്യേകത എന്താ? ക്വിറ്റ് ചെയ്യും. കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ള ബിലീഫ് കയറി വരും. അയാളുടെ ബിലീഫ് എന്തായിരിക്കും കയറി വരിക? എനിക്ക് കൺസിസ്റ്റൻസി ഇല്ല, ഞാൻ ക്വിറ്റ് ചെയ്യുന്ന ഒരാളാണ്, എനിക്കെല്ലാം മടുത്തു. അപ്പൊ അവിടെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ് കൊടുക്കേണ്ടത്? ഐ എം ഹോപ്പ്ഫുൾ, ഹോപ്പ്ഫുൾ, കാം ആൻഡ് ഹെൽപ്ഫുൾ. അപ്പൊ അവിടെ എന്താണ്? ഹോപ്പ്ഫുൾ, എനിക്ക് ഹോപ്പ്ഫുൾ ആണ്, ആ വേർഡ് കൊടുക്കുക. എന്നെ കൊണ്ട് പറ്റും, സാധിക്കും. എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല, ഈ വേർഡ് കൊടുത്ത് മനഃപൂർവ്വം ചേഞ്ച് ചെയ്യണം. അതായത് പറയുന്നത്, നമ്മൾ പ്രൂഫ് ഉണ്ടായിട്ട് കാര്യമില്ല. ഇത് കൊടുത്ത് ഈ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത്, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഈ റീപ്രോഗ്രാമിംഗ് നമ്മളുടെ ഉള്ളിലുള്ള ഈ പാറ്റേണിനെ കണ്ടെത്തി നമ്മൾ അത് കറക്റ്റായിട്ട് അതിനെ റീപ്രോഗ്രാം ചെയ്യാത്തടത്തോളം കാലം ഈ എനർജി പാറ്റേൺ, ഈ ഒരു ഇമോഷണൽ പാറ്റേൺ ബ്രേക്ക് ആവില്ല, ഈ സൈക്കിൾ ബ്രേക്ക് ആവില്ല, ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ലൈഫിൽ. ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ ഈ 3-4 ഇമോഷൻസ് ഫീൽ ചെയ്യും, അത് നിങ്ങൾക്ക് സഹിക്കൂല, നിങ്ങൾ അതിൽ നിന്ന് ഇറങ്ങി, നിങ്ങൾ അതിൽ നിന്ന് കീഴടങ്ങും. നിങ്ങൾ അവിടെ ഒരു ഡിസിഷൻ എടുക്കും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ആ പെയിനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. യെസ് ഓർ നോ? ഇതല്ലേ സംഭവിക്കണ ലൈഫിൽ? യുവർ ഇമോഷൻസ് കൺട്രോൾ യു ആർ ലൂസിങ് യുവർ, അല്ലെ? ആ ആങ്സൈറ്റി വരുമ്പോ, പേടി വരുമ്പോ, യു ഡോണ്ട് വാണ്ട് ടു ഫീൽ ദാറ്റ്, യു ജസ്റ്റ് വാണ്ട് ടു ക്വിറ്റ്. ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആങ്സൈറ്റി വരുന്നു, പുതിയ ജോലിയിലേക്ക് പോകുമ്പോൾ ആങ്സൈറ്റി വരുന്നു. ഈ പറഞ്ഞ ഫീലിങ്സുകളൊക്കെ എപ്പോഴുണ്ടാകുക? ഒരു മാരേജിൽ, ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ ഭയങ്കര രസമായിരിക്കും. പുതിയ ആള്, പുതിയ രസം, പുതിയ ലോകം, പല സംഗതികൾ ഭയങ്കര രസം. പക്ഷെ അയാളുമായിട്ട് ജീവിച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ ആ രസങ്ങളൊക്കെ കുറഞ്ഞ് പിന്നെ അയാളുടെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അയാളുടെ അടുത്ത് ഇറങ്ങിപ്പോകാൻ, അല്ലെങ്കിൽ ആ ബ്രേക്കപ്പ് ആവാൻ. കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങളല്ല, ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് നമുക്ക് ഫീൽ ചെയ്ത ഇമോഷൻസ് ആണ് നമ്മുടെ പ്രശ്നം.
ആ ഇമോഷൻസിനെ നമുക്ക് ഡീൽ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. അത് നമ്മൾ ഹീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. യെസ് ഓർ നോ? അപ്പോഴാണ് നമ്മൾ കീഴടങ്ങുന്നത്, നമ്മൾ ഫ്രീസായി പോകുന്നത്, നമ്മൾ ഫ്ലൈറ്റ് മോഡിലേക്ക് പോകുന്നത്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് പോകുന്നത്, പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്, ആകെ പിടുത്തം വിട്ട് കലുഷിതമായി ആ ഒരു പെയിനിൽ നിന്ന് വി വാണ്ട് ടു ഗെറ്റ് ഔട്ട്, വി വാണ്ട് ടു റൺ അവേ ഫ്രം ദാറ്റ്, വി വാണ്ട് ടു എസ്കേപ്പ് ഫ്രം ദാറ്റ്, ആൻഡ് ഫോർ ദാറ്റ് വി ടേക്ക് എ ഡിസിഷൻ. നമ്മൾ ഡിസിഷൻ എടുക്കുന്നു. ആ ഡിസിഷൻ എന്ത് ചെയ്യുന്നു? നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ ആണ്. ആ ഡിസിഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മറ്റുള്ളതിനെ ന്യായീകരിക്കുന്നു. ഈ ഡിസിഷൻ ഞാൻ എടുത്തത്, അല്ലെങ്കിൽ എനിക്ക് എടുക്കല്ലാതെ വേറെ വഴിയില്ല, അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യങ്ങളെ നമ്മൾ ബ്ലെയിം ചെയ്യുന്നു, കുറ്റപ്പെടും. ലൈഫ് കീപ്സ് റിപ്പീറ്റിംഗ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഐ നീഡ് ടു ഫിക്സ് മൈ ഇമോഷണൽ പാറ്റേൺ. എൻ്റെ ഇമോഷണൽ പാറ്റേൺ എന്താണെന്നുള്ളത് ഞാൻ ഫിക്സ് ചെയ്യണം, അല്ലേ? അത് ഫിക്സ് ചെയ്യണമെന്ന തീരുമാനമെടുക്കുക. അത് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ പാറ്റേൺസിന് നമ്മൾ ഫിക്സ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഹീൽ ചെയ്തിട്ടാണ് അത് ഫിക്സ് ചെയ്യാൻ പറ്റുക. അപ്പൊ രണ്ട് രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഒന്ന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്, യു നീഡ് ടു റൈറ്റ് അഫർമേഷൻസ്. അഫർമേഷൻസ് റൈറ്റ് ചെയ്യണം, റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് റിപ്പീറ്റ് ചെയ്യണം. അതിനെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കണം. അടുത്തത് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? റൂട്ട് കോസ് കണ്ടെത്തി, റൂട്ട് ട്രോമ കണ്ടെത്തിയിട്ട്, അതായത് ആദ്യം കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ഈ ഒരു ഫീലിങ്സ് ഇതിനു മുൻപ് ഫീൽ ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൽ, അത് എപ്പോഴാണ് എന്നുള്ളത് ചോദിച്ചിട്ട് അത് കണ്ടെത്തിയിട്ട് അത് ഹീൽ ചെയ്യണം. EFT ടൂൾ പോലുള്ള ടൂളുകൾ ഉപയോഗിച്ച്, തെറാപ്പി ടൂളുകൾ ഉപയോഗിച്ചിട്ട് ട്രോമാസ് ഹീൽ ചെയ്യണം. അടുത്തത് എന്താണ്? SEFT എന്ന് പറയുന്ന സ്പിരിച്വൽ EFT ടെക്നിക്കുകളാണ്. SEFT എന്ന് പറയുന്നത്. SEFT ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഒരു റീബിൽഡിംഗ് നടത്തും. അടുത്ത സംഗതി എന്ന് പറയുന്നത് മെട്രിക്സ് റീഇംപ്രിന്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട്, ഇതൊക്കെ തെറാപ്പി മെത്തേഡ്സുകളാണ്. ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ടോട്ടൽ എക്സ്പീരിയൻസിനെ തന്നെ റീഇംപ്രിന്റ് ചെയ്യും. നിങ്ങളുടെ ഒരു എനർജി ഫീൽഡിനെ തന്നെ റീഇംപ്രിന്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തുണ്ടാകും? വലിയ രീതിയിലുള്ള ഷിഫ്റ്റ് സംഭവിക്കും. ആൻഡ് ദിസ് ഈസ് ദ സൊല്യൂഷൻ. You have to change completely. മനസ്സിലാവുന്നു? അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, എന്താണ് നിങ്ങളുടെ പാറ്റേൺസ്? നിങ്ങളെ ഭയപ്പെടുന്ന കാര്യങ്ങൾ എന്ത്? ഫൈൻഡ് ഔട്ട് യുവർ ഇമോഷൻസ്, നെഗറ്റീവ് ഇമോഷൻസ് വിച്ച് ഈസ് ബ്ലോക്കിംഗ് യു. നിങ്ങളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ കംഫർട്ട് സോൺ ആക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, പലയിടത്തും നമുക്ക് ആ പാറ്റേൺസ് കാണാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു, എന്തുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നു, അതിന്റെ കാരണം കണ്ടെത്തും. പേടി കൊണ്ടാണോ? നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടാണോ? നിങ്ങളൊരു ക്വിറ്റ് ചെയ്യുന്ന സ്വഭാവക്കാരനാണോ? പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സ്വഭാവക്കാരനാണോ? എല്ലാം ചെയ്യും, പിന്നെ തുടങ്ങും, പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ പേടിയാണോ? എവിടെയാണ് നിങ്ങളുടെ ഇമോഷണൽ പാറ്റേൺ? അതായത് ഒരു നിർണായക ഘട്ടം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ട്രോമ ട്രിഗർ ചെയ്യുന്നു, നിങ്ങൾക്ക് സ്ട്രെസ് വരുന്നു, നിങ്ങൾക്ക് അത് ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല, ക്ലിയർ ചെയ്യാൻ കഴിയുന്നില്ല. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ ഇമോഷൻസ് ഫീൽ ചെയ്തിട്ട് അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് പുറത്ത് കിടക്കണം. ആ പാറ്റേൺ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങളുടെ ഓരോ ഘട്ടത്തിലും. അപ്പോൾ ചില ആൾക്കാർക്ക് അത് വരുന്നത് പുതിയ തീരുമാനങ്ങൾ എടുക്കാനാണ്, ചിലർക്ക് എടുത്ത തീരുമാനത്തിൽ നിലനിൽക്കാനാണ്. രസമാണോ? പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല, അപ്പൊ ഉള്ളതിൽ സ്റ്റക്കായി നിൽക്കുന്നവരുണ്ട്, പേടിയാണ്. ചിലർക്ക് ഇങ്ങനെയാണ്, പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും, അത് നിലനിർത്താൻ കഴിയില്ല. ഇതിലേതാ നിങ്ങളുടേത്? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ചിലർക്ക് എന്താ വെച്ചാൽ എടുക്കാൻ കഴിയാത്ത പ്രശ്നം ഉണ്ടാവാറ്. എന്താ സംഭവം? ഞാൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താകും 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 എന്നുള്ള പേടി. ഓക്കെ, അപ്പൊ ഇത് രണ്ട് രീതിയിലും നമ്മളെ ബാധിക്കും. ഇത് ഒരു രീതിയിൽ മാത്രമല്ല, രണ്ട് രീതിയിലും ചില സാഹചര്യങ്ങളിൽ ബാധിക്കും. ഏത് ഇമോഷണൽ പാറ്റേൺ ആണ് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യേണ്ടത്, ഏതെല്ലാം? അപ്പൊ ഇത് ബേസ് ചെയ്തുകൊണ്ട് 45,000 ലിമിറ്റിംഗ് ബിലീഫ്സുകൾ നമുക്കുണ്ടെന്നാണ് പറയുന്നത്.
3000-ഓളം ട്രോമാറ്റിക് ഇവന്റ്സുകളിൽ നിന്ന് 45,000-ഓളം സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്. ഈ ലിമിറ്റിംഗ് ബിലീഫാണ് നമുക്ക് ആകത്തുകയായിട്ട് നമ്മൾക്കൊരു ഇമേജ് തരുന്നത്. ഞാൻ മടിയനാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് നടക്കില്ല, എനിക്ക് വിജയിക്കാൻ കഴിയില്ല, ഞാനൊരു ആവറേജ് ആണ്, ഞാനൊരു ബിലോ പെർഫോമർ ആണ്, അല്ലെങ്കിൽ ഞാൻ അഡിക്റ്റ് ആണ്. ഇങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മുടെ ചിന്തകൾ നമുക്കൊരു സെൽഫ് ഇമേജ് തരും. ആ ഇമേജ് ആണ് പിന്നെ നമ്മളെ എന്തായി മാറുന്നത്? ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് വർക്ക് ചെയ്തു. നമ്മുടെ ലൈഫിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന, ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫീൽ ചെയ്യുന്ന കുറെ ഫീലിങ്സുകളുണ്ട്. ഇത് ഇങ്ങനെയായിരിക്കും സംഭവിക്കുക, ഇങ്ങനെയായിരിക്കും സംഭവിക്കുക, ഇങ്ങനെ സംഭവിക്കും. സോ ദാറ്റ് വിൽ റിപ്പീറ്റ്. സോ യുവർ ഇമോഷണൽ പാറ്റേൺസ് ഈസ് ഗിവിങ് യു ഓർ റിപ്പീറ്റിംഗ് യു. നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യുന്നു, അത് നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുന്നു? നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നതിലേക്ക് നയിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ അത് തന്നെ കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കും. രഹന പറയുന്നു നിലനിർത്താൻ കഴിയുന്നില്ല, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ അതാണ് പ്രോബ്ലം എങ്കിൽ നിലനിർത്താൻ തുടങ്ങുന്നുണ്ട്, നിലനിർത്താൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നിലനിർത്താൻ കഴിയാത്ത സമയത്ത് നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഇമോഷൻസ് ഏതാ? ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ആ ഇമോഷൻസ് ഏതാ? എന്ത് ഇമോഷൻസാണ് നിങ്ങൾ ഫീൽ, എന്ത് വികാരങ്ങളാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത് ആ സമയത്ത്? പേടിയാണോ, ഫ്രസ്ട്രേഷൻ ആണോ? അതിന് നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യണം? കണ്ടെത്തണം, അത് എഴുതിയിട്ട് അത് പ്രാക്ടീസ് ചെയ്യണം, അത് നിങ്ങളിൽ എന്താ പറയുക ഇംപ്ലാന്റ് ചെയ്യണം, ഹീൽ ചെയ്ത് കൊണ്ടുവരണം. സോ ബ്രേക്ക് ദ സൈക്കിൾ. ആ സൈക്കിൾ ബ്രേക്ക് ചെയ്യണം. ക്ലിയർ ആണോ? പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഹലോ, നിങ്ങൾക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആണോ? നിങ്ങളുടെ പാറ്റേൺ കണ്ടെത്താൻ സഹായിച്ചോ? കുറച്ചെങ്കിലും പാറ്റേൺസ്, ഇമോഷണൽ പാറ്റേൺസ് നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തുന്ന? എത്ര പേർക്ക് ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ് ഇഷ്യൂ ഉണ്ട്? അതായത് നിലനിർത്താൻ കഴിയാത്ത പ്രശ്നം, ഒരു സംഗതിയിൽ നിലനിൽക്കാൻ കഴിയുന്നില്ല, കമ്മിറ്റ്മെന്റ് ഇഷ്യൂ. അപ്പൊ അവരെന്താ കൊടുക്കേണ്ടത്? അവരുടെ ഇമോഷണൽ പാറ്റേൺ എന്താണ്? വിച്ച് റിപ്പീറ്റ്സ്. അവരുടേത് പൊതുവെ ഹെൽപ്ലെസ് ആയിരിക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ ഹെൽപ്ലെസ് ആയി പോകുന്നു, ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, ആ ഒരു ഇറിറ്റേഷൻ വരും, ആൻഡ് അവർ ഹോപ്പ്ലെസ് ആയി. ഓക്കെ, ഈ പുതിയ തീരുമാനം എടുക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് എന്താണ്? അവർക്ക് വരുന്ന സാധനം എന്ന് വെച്ചാൽ ഫിയർ വരും, പേടി വരും. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നുള്ള പേടി, പരാജയപ്പെടുന്നുള്ള പേടി, സ്ട്രെസ്സിലേക്ക് ആയി പോകുന്നുള്ള പേടി, വേറൊരാളുടെ അണ്ടറിലായി പോകുന്നുള്ള പേടി, സ്റ്റക്കായി പോകുന്നുള്ള പേടി. സോ പേടിയായിരിക്കും ചിലർ. സോ വിച്ച് വൺ ഈസ് യുവർ ഇമോഷൻ? അപ്പൊ എന്ത് നിങ്ങൾ തീരുമാനം എടുക്കുന്നതിലും നിങ്ങൾ പിന്തിരിയുന്നു, എടുത്ത തീരുമാനത്തിൽ നിന്ന് ഒളിച്ചോടും, പുതിയതിന്റെ പിന്നാലെ. ഇതിങ്ങനെ റിപ്പീറ്റ് ആയി കാണാം. ഒരു കോഴ്സ് ചെയ്യുന്നു, അത് വൃത്തിക്ക് പൂർത്തിയാക്കുക, അടുത്ത കോഴ്സ് ചെയ്യുന്നു. ഒന്നും പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരാളെ. അപ്പൊ നിങ്ങളൊരു ഫിനിഷർ അല്ല, നിങ്ങൾ പോരാ, അല്ലെങ്കിൽ നിങ്ങളൊരു പേടിത്തൊണ്ടനാണ്, നിങ്ങളൊരു ഭയമുള്ള ആളാണ്, നിങ്ങൾ റിസ്ക്. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ഒരു ഇമേജ് വന്നിട്ട് ഈ ഇമേജിനെ മൊത്തം പൊളിക്കണം. ഇത് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല, ബിക്കോസ് ദാറ്റ് ഇസ് നോട്ട് ദ ട്രൂത്ത്. അതല്ല സത്യം. കാരണം നിങ്ങൾ ഹോപ്പ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും. ഇനിയൊന്നും നടക്കൂല, എല്ലാം ക്വിറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ച് ജീവിതം അവസാനിക്കുകയാണ്, ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇന്നേ വരെ ക്വിറ്റ് ചെയ്തില്ല. നിങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ ഒരു തവണ സംഭവിച്ചു, അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ഇറങ്ങിപ്പോവും, പ്രശ്നങ്ങളാവും, ബുദ്ധിമുട്ടാവും. പക്ഷെ നിങ്ങൾ ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു വരും, അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ തിരിച്ചു വരും. എസ്വർണോ അല്ലെ? തിരിച്ചു വന്നിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് വീണ്ടും തന്നെ സംഭവിക്കും, വീണ്ടും തിരിച്ചു വരും, വീണ്ടും തന്നെ സംഭവിക്കും, വീണ്ടും തിരിച്ചു വരും. യു ആർ നോട്ട് എ ക്വിറ്റർ. നിങ്ങൾ ഒരു ക്വിറ്റർ അല്ല. നിങ്ങൾ തിരിച്ചു വരാൻ. പക്ഷെ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ തിരിച്ചു വരുന്നതിന്റെ സമയം പെട്ടെന്നാക്കണം, ക്വിറ്റിംഗ് തീരെ ഇല്ലാതാക്കണം. കമ്മിറ്റഡ് ആയിട്ട് നമുക്ക് നിന്ന് പോകാൻ കഴിയും. അപ്പൊ എന്നിട്ട് നിങ്ങളുടെ എനർജി നല്ല ഹൈ ആക്കി നിർത്തി കഴിഞ്ഞാൽ നല്ല പോസിറ്റീവായിട്ട് നല്ല നിർത്തുക. അതാണ് SEFT ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? സ്പിരിച്വൽ EFT ടെക്നിക്കുകൾ ഉപയോഗിക്കണം. അവിടെ നല്ല എനർജി ഹൈ ആക്കി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻസ്? നിങ്ങൾ നല്ല എനർജിയിൽ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും, നല്ല സാഹചര്യങ്ങൾ വരാം, ലൈഫ് കംപ്ലീറ്റ്ലി മാറി. ഓക്കെ, ഇവിടെ എന്താണ് ഒരു സജൻ എന്തോ പറഞ്ഞിട്ടുണ്ട്, എന്റെ പ്രശ്നങ്ങൾ എന്ത് തുടങ്ങിയാൽ പരാജയം മാത്രം. ഓക്കെ, പരാജയം മാത്രം എന്താ സംഭവം? ഇതൊരു റിപ്പീറ്റേഷൻ ആണ്. ഏത് ഇമോഷനാ റിപ്പീറ്റ് ചെയ്യണം നോക്കൂ. പരാജയം വെറുതെ ഉണ്ടാകുന്നതല്ല. കാരണം നിങ്ങൾക്ക് ആ പരാജയം നിങ്ങൾക്ക് സംഭവിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. അതിന്റെ കാരണം എന്താണ്? നിങ്ങൾക്കത് സോൾവ് ചെയ്യാനുള്ള ശക്തിയില്ല, അറിവില്ല, കഴിവില്ല, മാനസികമായിട്ടുള്ള പക്വതയില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അത് ആ ഒരു
പ്രശ്നം വന്ന സമയത്ത്, പ്രതിസന്ധി വന്ന സമയത്ത് നിങ്ങൾക്ക് പേടി സംഭവിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് വന്നു, ഫ്രസ്ട്രേഷൻ വന്നു, അതിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടാൻ എളുപ്പവഴി കണ്ടെത്തി, ആ ഉത്തരവാദിത്തം പ്രോപ്പറായിട്ട് ഏറ്റെടുത്തില്ല, നിങ്ങൾക്ക് ഫീൽ ചെയ്തു, ഹോപ്പ്ലെസ് ഫീൽ ചെയ്തു, ഹെൽപ്ലെസ് ഫീൽ ചെയ്തു, നിങ്ങൾ കീഴടങ്ങി, നിങ്ങൾ തോറ്റ് പിന്മാറി. നിങ്ങളാണ് പിന്മാറിയത്. മനസ്സിലാകുന്നുണ്ട്? ഓക്കെ റഷീദ്, താങ്ക് യു. അപ്പോ നമ്മൾ തന്നെയാണ് പ്രശ്നം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ അത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ കുറെ സംഗതികളുണ്ട്. ഈ ഇമോഷണൽ പാറ്റേൺസ് നിങ്ങൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലുള്ള ചുറ്റുപാടുള്ളതിനൊക്കെ അത് ബാധിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ചുറ്റുപാടുകൾ മൊത്തം നിങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന എനർജി എന്താണ്? ഈ ഇമോഷൻസ് മൂലം നെഗറ്റീവ് എനർജിയാണ്, അല്ലെ? ഈ ഇമോഷൻസ് നിങ്ങൾ ഇങ്ങനെ ഫുൾ ടൈം ഫീൽ ചെയ്ത് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പോയിന്റ് എത്തും, ഇതിനൊരു ത്രഷോൾഡ് എത്തും, ഒരു പോയിന്റ് എത്തും. അപ്പോഴാണ് ഈ പ്രശ്നം രൂക്ഷമായിട്ട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാതാണ്. കാരണം എല്ലാ ദിവസവും ഈ ഇമോഷൻസ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ ഇമോഷൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ഇമോഷൻസ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്, അല്ലെ? പിന്നെ ഇത് ഇങ്ങനെ ബിൽഡായി ഇതിന് ഒരു പോയിന്റ് എത്തും. നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇത് എല്ലാം കൂടെ വല്ലാണ്ട് ബിൽഡപ്പ് ആകും. അപ്പൊ അത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും നിങ്ങൾ ആ അവയർനെസ്സിൽ ഈ ഇമോഷൻസ് ആണ് പലപ്പോഴും നിങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് പല സാഹചര്യങ്ങളും പലപ്പോഴും ഈ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഇമോഷൻസ്. പ്രധാനപ്പെട്ട ഡിസിഷൻസ് വരുന്നത് ഈ ഇമോഷൻസ് കുറെ കാലം ഫീൽ ചെയ്ത് ഇതൊരു പീക്കിലെത്തി, ഇതിനെ പ്രോസസ് ചെയ്യാൻ കഴിയാതെ, ഹീൽ ചെയ്യാത്തതുകൊണ്ട്, എടുത്തു കളയാത്തതുകൊണ്ട് ഇതൊരു പീക്കിലെത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുന്നു, ബുദ്ധിമുട്ടുകൾ വരുന്നു. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നു, എല്ലാം തകരുന്നു. അത് ബിസിനസ് തകരുന്ന മറ്റുള്ള സംഗതികളാണ്, കാര്യങ്ങളാണ്. ഇനി വേറെ സൈഡിൽ എന്താ വെച്ചാൽ നിത്യജീവിതത്തിൽ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്ത് പോകുന്നുണ്ട്. അവയർനെസ്സിൽ ഈ നെഗറ്റീവ് എനർജിയും ഈ ബ്ലോക്കും ഈ ഒരു സംഗതി ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ അവയർനെസ്സും ഇതിന്റെ നെഗറ്റീവ് എനർജിയും പുറത്തേക്ക് പോവുകയും, ഹയർ ഫ്രീക്വൻസി സംഗതികൾ പുറത്തേക്ക് പോവുകയും, ലോ ഓഫ് അട്രാക്ഷൻ തിയറി പ്രകാരം നിങ്ങളുടെ ലൈഫിൽ അസുഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, സംഗതികൾ, കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഹൗ ഡസ് ദ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക്സ്? കൂടുതൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് യു ആർ ഓൾമോസ്റ്റ് എവറി ഡേ നിങ്ങൾ 80% ഇമോഷൻസ് ഫീൽ ചെയ്യുന്ന ഫീലിംഗ് എന്താ? ഹാപ്പി ഫീലിംഗ് ആണോ? നിങ്ങൾക്കൊരു 10 ദിവസം എടുക്കാം. അതിൽ 10 ദിവസത്തില് 100 ദിവസം എടുത്തോളൂ. ഒരു 3 മാസത്തിനിടയിൽ. ഓക്കെ, ഒരു 3 മാസം ടൈം, അല്ലെങ്കിൽ 90 ദിവസം എടുക്കാം, അല്ലെങ്കിൽ 100 ദിവസം എടുക്കാം. 100 ദിവസത്തിൽ 90 ദിവസവും നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യാറുള്ളത്? അല്ലെങ്കിൽ 80 ദിവസം നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യാറുള്ളത്? എല്ലാ ദിവസവും ഹാപ്പിനെസ് ആണോ ഫീൽ ചെയ്യാറുള്ളത്? എല്ലാ ദിവസവും പോസിറ്റീവ് ആണോ, ഹാപ്പി ആണോ, ഓക്കെ ആണോ? അതല്ല ഈ 90 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മളീ പറഞ്ഞ പൊതുവെ ഈ ഫീലിങ്സ് എപ്പോഴും ഉണ്ടാവാറില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറില്ല? എത്ര തവണ ഉണ്ടാവാറുണ്ട്? അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പലപ്പോഴായിട്ട് ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായിട്ട്, അല്ലെങ്കിൽ 90 ദിവസത്തിൽ അധിക സമയത്തും ഈ ഇമോഷൻസ് ആണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എനർജി എന്തായിരിക്കും? നെഗറ്റീവ് എനർജി ആയിരിക്കുമോ? ആണ്. അതായത് ഫ്രസ്ട്രേഷന്റെ, ഇറിറ്റേഷന്റെ, പേടിയുടെ, സ്ട്രെസ്സിന്റെ എനർജിയാണ്. ഇവിടെയാണ് പറയുന്നത് ഇത് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രമോ, ചില ദിവസങ്ങളിൽ മാത്രമോ, സംഭവങ്ങളിൽ മാത്രമോ അല്ല. നമ്മളുടെ ഡെയിലി ലൈഫിൽ ഈ ഇമോഷൻസ് നമുക്ക് ഡെയിലി ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഡെയിലി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഓൾമോസ്റ്റ് ഡെയിലി ഇത് ഫീൽ ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് എനർജിയിലൂടെയാണ് നമ്മളുടെ ലൈഫ് റിപ്പീറ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവയർനെസ്സിൽ നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു സെൽഫ് ഇമേജ് അതുമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. സോ വാട്ട് ഹാപ്പൻസ്? ഇത് തന്നെ ഇതിന്റെ എനർജി പുറത്തേക്ക് പോകുന്നു. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമുക്ക് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതൊന്നല്ലെങ്കിൽ വേറൊന്ന് വരും. ഇറ്റ് ജസ്റ്റ് കംസ് വൺ ആഫ്റ്റർ അനദർ. ഇത് ബ്രേക്ക് ചെയ്യണം, ഇത് സ്റ്റോപ്പ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ 20-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത്. അവിടെയാണ് നമ്മൾ എന്താ വെച്ചാൽ ഇതിനെ ശരിക്കും ഇമോഷണൽ പാറ്റേൺസിനെ കണ്ടെത്തി, റൂട്ട് കോസ് കണ്ടെത്തി നമ്മൾ ഹീൽ ചെയ്യാൻ പഠിക്കുന്നത്, ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പഠിക്കുന്നു, ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ പഠിക്കുന്നു.
മനസ്സിലാവുന്നു. EFT ടെക്നിക്കും SEFT ടെക്നിക്കും മറ്റുള്ള ടൂളുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അവിടെ പഠിപ്പിച്ചു തരുന്നത് അതിനാണ്. എന്നിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്താ വെച്ചാൽ വലിയൊരു ചേഞ്ചിലേക്ക് എന്ത് ചെയ്യണം, നമുക്ക് എത്താൻ പറ്റും. സോ ഇഫ് യു വാണ്ട് ടു ബ്രേക്ക് ദ സൈക്കിൾ, ഇത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇൻഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് നിങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ റൂട്ട് കോസ് മനസ്സിലാക്കി നിങ്ങൾ ഇഷ്യൂസിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളുകളും ടാക്ടിക്സുകളും അപ്ലൈ ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു നിങ്ങൾ എന്താ വെച്ചാൽ 30 ദിവസം നിങ്ങളുടെ കൂടെ ഒരു ഹീലിംഗ് പാർട്ണർ തന്നു, ഒരു ഹീലറെ തന്നിട്ട്, ഒരു തെറാപ്പിസ്റ്റിനെ തന്നിട്ട് അവർ നിങ്ങളുടെ കൂടെ നിന്നിട്ട് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ ഹീലിംഗിൽ നമ്മൾ പുറത്ത് കിടക്കും. നിങ്ങളുടെ സെൽഫ് ഇമേജ് ബ്രേക്ക് ആവും. ഇപ്പോൾ ഉള്ള നെഗറ്റീവ് സെൽഫ് ഇമേജ് ബ്രേക്ക് ആയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടും. നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് സംഗതികളെ ബ്രേക്ക്, ആ സൈക്കിളൊക്കെ ബ്രേക്ക് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിലീഫുകളും വിശ്വാസങ്ങളും സംഗതികളും ഫീലിങ്സുകളും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. ആൻഡ് വാട്ട് ഹാപ്പൻസ്, യു ആർ സ്റ്റാർട്ടിങ് ടു റേഡിയേറ്റ് ന്യൂ എനർജി, പുതിയ എനർജി നിങ്ങൾ റേഡിയേറ്റ് ചെയ്യും. റേഡിയേറ്റ് ചെയ്യുന്ന അത് നിങ്ങളിൽ നിന്ന് പ്രസരിക്കും, എനർജി പുറത്തേക്ക് വരുന്നു. അത് നിങ്ങൾക്ക് പുതിയ എന്താ പറയുക, നല്ല സമ്പൽ സമൃദ്ധവും ഐശ്വര്യവും നല്ലതുമായിട്ടുള്ള അവസരങ്ങൾ, അറിവുകൾ, വ്യക്തികൾ, സമ്പൽ സമൃദ്ധി, നല്ല ഫീലിങ്സ്, നല്ല ആരോഗ്യം, ഇതെല്ലാം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം, ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ അത് സഹായിക്കും. സോ കം ടു ദ പ്രോഗ്രാം ടു ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, മറക്കരുത് പ്രോഗ്രാമിലേക്ക് വരിക. സോ ഐഡന്റിഫൈ യുവർ ഇമോഷൻസ്, ഹീൽ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യണം, ഹീൽ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യുക. ചാറ്റ് ബോക്സിലുണ്ട് കേട്ടോ. 8086880780 എന്ന് പറഞ്ഞ നമ്പറിൽ വിളിക്കുക. ഒന്നുകൂടെ പറയാം, 8086880780 ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക, നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. നമ്മുടെ കോഴ്സ് ഫീ വരുന്നത് 10,000 rupees ആണ്. അത് ഡിസ്കൗണ്ട് ഓഫർ ഉണ്ട്, അത് നിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുക. 2,000 rupees ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇന്ന് തന്നെ വിളിക്കുക, വിളിച്ചിട്ട് എന്ത് സ്വന്തമാക്കാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഓൺലൈനിലാണ് പ്രോഗ്രാം നടക്കുന്നത്. എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. 10 days ക്ലാസ് ഉണ്ടാകും. ദെൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 30 days ഫോളോ അപ്പ് സംഭവങ്ങളും വരും. ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് വർക്ക് ബുക്ക് തരും. അതിൽ ഡെപ്തിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ കുറച്ച് എക്സസൈസുകൾ ചെയ്യാനുണ്ട്, പ്രാക്ടീസുകൾ എഴുതാനുണ്ട്. സോ ഇറ്റ്സ് എ വെരി പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ്. അതിൽ EFT എന്താണെന്ന് പഠിപ്പിക്കും. SEFT എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന സംഗതികൾ, ടൂളുകൾ നമ്മൾ പരിചയപ്പെടുത്തും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നല്ല രീതിയിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ അതിലൂടെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സോ കം ടു ദ പ്രോഗ്രാം. എല്ലാവരും ഒരു നല്ലൊരു ഫാമിലി സപ്പോർട്ടോട് കൂടി, ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, അവരെന്ത് ചെയ്യുക, മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, വാട്ട് ഈസ് SEFT? ടാപ്പിംഗ് തന്നെയാണോ? തീർച്ചയായിട്ടും ടാപ്പിംഗ് തന്നെയാണ്. അതിൽ പക്ഷേ എന്താണ്, കുറച്ച് സ്പിരിച്വൽ എലമെന്റ്സ് വരും എന്നുള്ളതാണ്. അപ്പം കം ടു ദ പ്രോഗ്രാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കം ടു ദ പ്രോഗ്രാം ആൻഡ് എക്സ്പീരിയൻസ്. ഓക്കെ, എനിവേ, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. ഇന്നും പുതിയ അറിവുകൾ കിട്ടിയോ? എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റിയോ? ലൈഫിൽ ഒരു പ്രതീക്ഷ വന്നോ? ഓൾറെഡി ആരെങ്കിലും നമ്മുടെ കോഴ്സ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഓക്കെ, ഷലീന, ഹൗ ആർ യു ഡൂയിങ്? ഓക്കെ ആണ്. ഓക്കെ, നമ്മുടെ കോഴ്സിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും നമ്മുടെ കോഴ്സിലേക്ക് വരിക. കോഴ്സിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യുക, ലൈഫിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. സോ ഇന്നത്തെ സെഷൻ, യെസ് പറഞ്ഞോളൂ സലീന, പറഞ്ഞോളൂ. ട്രാൻസ്ഫോമിങ്, യെസ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഹലോ സർ. യെസ് പറഞ്ഞോളൂ സലീന, എന്താണ് റിസൾട്ട് ഒക്കെ എങ്ങനെ പോകുന്നു? നമ്മുടെ കോഴ്സ് ചെയ്ത ആളാണല്ലോ അല്ലേ? അതെ. എന്താണ് അവസ്ഥ? സർ, ഹീലിംഗ് നടക്കുന്നുണ്ട്. ഇപ്പം ഡിസീസിന് വേണ്ടിയിട്ട് ഹീലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു 10 വർഷത്തോളമായി അലർജി ഉണ്ട്. അപ്പം അത് ടാബ്ലറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ അതിന്റെ റൂട്ട് കോഴ്സിലൊക്കെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. മെന്റേഴ്സിന്റെ സപ്പോർട്ടും ഉണ്ട്. നല്ല സപ്പോർട്ടാണോ? അതെ സർ, തീർച്ചയായിട്ടും. നല്ല ഹാപ്പിയാണോ നമ്മുടെ കോഴ്സ് ചെയ്തിട്ട്? അതെ, ഹാപ്പിയാണ് സർ. അത് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആണ് കൊണ്ടുവരുന്നത്. എനർജി ലെവൽ തന്നെ നമ്മുടെ തോട്ട്സും എനർജിയും വിശ്വാസങ്ങളൊക്കെ മാറ്റി മറിക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് പുതിയ കാര്യങ്ങൾ നമ്മളിലോട്ട് അടുത്തേക്ക് വരുന്നുണ്ട്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഇത് കോഴ്സ് ചെയ്യാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരോട് എന്താ പറയാനുള്ളത്? സംശയിച്ച് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. താല്പര്യമുണ്ട് പക്ഷെ സംശയം.
റിസൾട്ട് കിട്ടുമോ ഇല്ല എന്നുള്ളത്. അവരോട് എന്താ പറയാനുള്ളത്? റിസൾട്ട് കിട്ടോ ഇല്ലയോ എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. നിങ്ങൾ അർപ്പണബോധത്തോടെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. അതിനുള്ള എല്ലാ വഴികളും സാർ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾ പൂർണ്ണ ഒരു വിദ്യാർത്ഥി മനസ്സോട് കൂടിയിട്ട് ആ ഒരു ക്ലാസ്സിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ അതിന്റെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 100-ൽ 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. കാരണം ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. നമുക്കിത് അറിയാതെ പോയതാണ്. അതിപ്പോ സാറ് പഠിപ്പിച്ചു തരുന്നതാണ്. അതെ, സെലീന, ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി പുതിയൊരു പാറ്റേണിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? അപ്പൊ പുതിയ കുറച്ച് അതെ. കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കാൻ പറ്റി. സോ സെലീനയ്ക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്തത് കൊണ്ട് ഈ ഇമോഷൻസിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയോ? വളരെ പെട്ടെന്ന് പറ്റി. അപ്പൊ എനിക്ക് മനസ്സിലായി അടുത്ത ഞാൻ ചെയ്യേണ്ട ടൂള്, അല്ലെങ്കിൽ അടുത്തതായിട്ട് ഞാൻ ഹിറ്റ് ചെയ്യേണ്ടത് ഇമോഷണൽ പാറ്റേൺ ബ്രേക്ക് ചെയ്യാന്നുള്ളതാ. എന്റെ ലൈഫിൽ അത് നല്ലപോലെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് അതിലാണ് ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാർ. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഇതാണ് നമ്മുടെ കോഴ്സ് ചെയ്താലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ മോർണിംഗ് ക്ലാസ് ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. മോർണിംഗ് ക്ലാസ്സിൽ പറയുന്ന പല അത് പെട്ടെന്ന് നമുക്ക് കണക്ട് ആവും. അത് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരെ പോലെയല്ല, സാർ എന്ന് പറയുന്ന കാര്യം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. അതാണ് എന്ന് വെച്ചാൽ നമ്മുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നത് മാത്രമല്ല, കോഴ്സ് പഠിച്ചതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കോഴ്സിലുള്ളത് വളരെ വളരെ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ അത് പിന്നെ വളരെ സാർ ഇവിടെ നമ്മളുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുക നമ്മൾ തന്നെയാ, അല്ലാതെ ചുറ്റുപാടുള്ള ആരുമല്ല. പ്രകൃതിയോ അല്ലെങ്കിൽ ബോസുമാരോ വർക്കോ ഒന്നുമല്ല, നമ്മള് മാത്രമാ തടസ്സമായി നിൽക്കുന്നത്. നമ്മളെ തന്നെ ഒന്ന് മാറ്റി നോക്കിയേ, നിങ്ങൾക്ക് എല്ലാ വിജയവും വരും. ഞാൻ ആ ജേണിലോട്ടാണ്. ഇപ്പൊ ആകെ 17 ദിവസമായിട്ടുള്ളൂ. ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിന്റെ വ്യത്യാസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. സെലീനയെ കുറിച്ച് നമ്മുടെ മെന്റേഴ്സ് നല്ല ഫീഡ്ബാക്ക് ആണ് പറഞ്ഞിട്ടുള്ളത്. ഹീലിംഗ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലേ? ആ റിപ്പീറ്റേഷൻ പറഞ്ഞല്ലോ, സെലീനയുടെ അതെ ലൈഫിൽ സർ. ആ റിപ്പീറ്റേഷൻ ആണ് വലിയൊരു തിരിച്ചറിവ് ഉണ്ടാക്കുന്നത്. ആ അതെ സർ. റിപ്പീറ്റേഷൻ സംഭവിച്ചിട്ടുള്ള ഇമോഷൻസിനെയാണ് നമ്മളുടെ വലിയ പ്രശ്നം. അത് ഐഡന്റിഫൈ ചെയ്യാൻ ഇന്നത്തെ സെഷനോട് കൂടി പറ്റി അല്ലേ? അപ്പൊ ഇനി പറ്റി സർ. അതിൽ കൂടുതൽ വർക്ക് ചെയ്യുക, അത് സോൾവ് ചെയ്യാൻ അതെ. പറ്റി മേജർ ഒരു 80, 90, 98% ഇഷ്യൂസ് എന്താകും അതോടുകൂടി അങ്ങോട്ട് ഇല്ലാണ്. ബാക്കിയുള്ളത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ട്രോമാസിന്റെ സബ് ആയിട്ടുള്ള സംഗതികളാണ്, ഇമോഷൻസ് ആണ്, പാറ്റേൺസ് ആണ്. അത് ഇതിനെ ഈ ഒരു കോർ സാധനം ബ്രേക്ക് ആവുന്നതോടുകൂടി തന്നെ ബാക്കി പലതും അങ്ങോട്ട് എന്തെങ്കിലും കൊളാപ്സ് ചെയ്യും, ഹീൽ ചെയ്യപ്പെടും. മാം സർ, പിന്നെ മെന്റേഴ്സിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. നമ്മള് എന്താ പറയാ, ഇതുവരെ സെഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ പല ഭാഗം ഞാൻ സാറിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എടുത്തിട്ടുണ്ട് എന്നൊക്കെ. പക്ഷെ ഇവര് അങ്ങനെയല്ല. നമ്മളെ മെന്റേഴ്സ് പറഞ്ഞാൽ നമ്മളെ കൂടെ നിൽക്കുക, നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇവരുടെ വ്യക്തിപരമായ ജീവിതത്തിലെ തിരക്ക് പിടിച്ച സമയം പോലും ഇവര് നോക്കാതെ അവര് നമ്മളതിനെ കെയർ ചെയ്യുന്നുണ്ട്. അത് വലിയൊരു സപ്പോർട്ട് എന്നുള്ളതിലുപരി ഇവര് അത്രയും എന്താ ഡെഡിക്കേഷനോട് കൂടിയാണ് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടി നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, മാറ്റം വേണം, ഇനിയൊരു പ്രതീക്ഷ ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരു പേടിയും വേണ്ട. 20-ാം തീയതി നിങ്ങൾ ആ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഒരു 10 ദിവസം 12 ദിവസം കഴിയുമ്പോഴത്തേനും ഞാൻ ഈ സംസാരിക്കുന്ന പോലെ നിങ്ങൾ എല്ലാവരും സംസാരിക്കും, അത് ഉറപ്പാണ്. അതെ, അതെ. സെലീന നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരുന്നതിന് മുൻപ് കുറച്ച് കൺസേൺഡ് ആയിരുന്നു അല്ലെ? അതായത് എങ്ങനെ ഈ പ്രോഗ്രാം കൊണ്ട് ഗുണം ഉണ്ടാവുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ മെസ്സേജ് അയക്കുകയും ഞാൻ പറഞ്ഞു എന്തായാലും ജോയിൻ ചെയ്യും എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങോട്ട് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തപ്പോൾ നല്ല റിസൾട്ടും ഹാപ്പിയാണ് അല്ലേ? ഇനിയിപ്പോ ആർക്കെങ്കിലും പേഴ്സണലി ഒക്കെ അറിയണമെങ്കിൽ ഞാൻ എന്റെ നമ്പർ കൊടുക്കാം. ഞാൻ ചാറ്റിൽ ഇടാം. എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. ഞാൻ വെറുതെ പറയല്ല, എന്റെ ലൈഫ് തന്നെ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സെലീന, താങ്ക് യു സോ മച്ച് എവ്രിവൺ. ഈ പറഞ്ഞതുപോലെ സെലീനയുടെ ഒരു സ്റ്റോറിയാണ് എന്ന് വെച്ചാൽ ഒരുപാട് ചാലഞ്ചസിലൂടെ, പ്രതിസന്ധിയിലൂടെ. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഹീലിംഗ്. പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു ആശ്വാസമാണ്, ഒരു വെളിച്ചമാണ്, പ്രതീക്ഷയാണ്. വറീഡ് ആവണ്ട, വിഷമിക്കേണ്ട, കൂടെയുണ്ട്. നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയും. വന്നാൽ മതി. ഇമോഷണൽ പാറ്റേൺസ് കണ്ടെത്തുക, എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടെത്തുക, റൂട്ട് കോസ് കണ്ടെത്തുക. അത് കണ്ടെത്തിയിട്ട് അത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് 1 by 1 ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് സോൾവ് ചെയ്യുന്നതിലൂടെ നമ്മുടെ എനർജി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ അവയർനെസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ തോട്ട്സുകളെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ ശീലങ്ങളെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്മളുടെ പാറ്റേൺസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, ആൻഡ് നമ്മുടെ സെൽഫ് ഇമേജ് ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യപ്പെടും.
ടോട്ടലി നമ്മൾ ട്രാൻസ്ഫോംഡ് ആകും, നമ്മുടെ ബ്രെയിൻ ചേഞ്ച് ചെയ്യപ്പെടും, നമ്മുടെ തിങ്കിങ് രീതി ചേഞ്ച് ആകും, നമ്മൾ കാര്യങ്ങളെ കാണുന്ന ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആകും, മനോഭാവം മാറി മാറും, നമ്മുടെ ബിലീഫുകൾ ചേഞ്ച് ആകും. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ സ്പിരിച്വൽ കോഷ്യൻസും ഇമോഷണൽ കോഷ്യൻസും ഇന്റലിജൻസ് കോഷ്യൻസും അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റി കോഷ്യൻസും 10 ഇരട്ടി 100 ഇരട്ടി മടങ്ങ് വർദ്ധിക്കുന്നതിലേക്ക് സഹായിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ ഡയമണ്ട് പുറത്തു വരും. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന അപാരമായ കഴിവുള്ള ക്രിയേറ്റിവിറ്റിയുള്ള പൊട്ടൻഷ്യലുള്ള ദൈവം എന്ന് പറയുന്ന പ്രപഞ്ചനാഥൻ എന്ന് പറയുന്ന വ്യക്തി സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ ആ സൃഷ്ടിച്ച സൃഷ്ടിപ്പിന്റെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു വല്ലാത്ത പൊട്ടൻഷ്യൽ ഉണ്ട്. അത് പുറത്ത് കിടക്കാതെ ഇമോഷണൽ ബ്ലോക്കിൽ സ്റ്റെക്കായി കിടക്കാണ്. അത് പുറത്തെടുത്ത് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലൈഫിനെ തിരിച്ചു പിടിക്കാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് കോൾഡ് ടേക്കിംഗ് ബാക്ക് യുവർ പവർ. നിങ്ങളുടെ പവർ തിരിച്ചു പിടിക്കുക, ശക്തി തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് അതാണ്. ആൻഡ് വൺസ് യു ഹാവ് യുവർ പേഴ്സണൽ പവർ യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് ലൈക്ക് എനിത്തിങ്. ആൻഡ് ഐ വാണ്ട് യു ടു ഡു ദാറ്റ്. അത് ഇടണം, അത് ചെയ്യണം. അതിനുള്ള ഒരു അവസരമായിട്ട് ഇത് കാണുക. കം ബാക്ക്. ഐ വാണ്ട് യു ടു കം ബാക്ക്. നിങ്ങൾ തിരിച്ചു വരണം. നിങ്ങളെ നഷ്ടപ്പെട്ട നിങ്ങൾ അല്ലെ, പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എത്ര സ്മാർട്ടായിരുന്നു, ജോലി ചെയ്തിരുന്ന സമയത്ത് എത്ര സ്മാർട്ടായിരുന്നു, പ്രതിസന്ധികളിലൂടെ കടന്നുപോയി, പ്രയാസങ്ങളിലൂടെ കടന്നുപോയി, റിപ്പീറ്റഡ് ആയിട്ട് പാറ്റേൺസ് സംഭവിച്ച് ക്വിറ്റ് ചെയ്ത് വേദനകളിലൂടെ കടന്നുപോയി, വീക്കായി, ഡൗൺ ആയി, എല്ലാം നഷ്ടപ്പെട്ട്, നമ്മളെ നഷ്ടപ്പെട്ട്, നമ്മുടെ കഴിവുകളെ നഷ്ടപ്പെട്ട്, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാം അവിടെയുണ്ട്, ഒളിഞ്ഞു കിടക്കുകയാണ്, മറയ്ക്കപ്പുറത്താണ്. മറ നീക്കി പുറത്തു കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. അതിന് സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ക്ഷണിക്കുകയാണ്. എടാ ഷെഫീൽ പറഞ്ഞോളൂ. സാർ എനിക്ക് കേൾക്കാവോ? പറഞ്ഞോളൂ ഷെഫീൽ. എനിക്ക് കുറച്ച് എന്റെ മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ് പറയാനുള്ളത്. ഞാൻ അഫർമേഷൻ 21 ഡേയ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഞാൻ ആഗ്രഹിച്ചൊരു ബിഗ് എമൗണ്ട് എനിക്ക് കിട്ടി, റിസീവ് ചെയ്യാൻ കഴിഞ്ഞു. വെരി ഗുഡ്. അപ്രോക്സിമേറ്റ് ഒരു 20 lakh rupees. നെക്സ്റ്റ് ഞാൻ 20 ലക്ഷം ആഗ്രഹിച്ച രൂപ നിങ്ങൾക്ക് വേണമായിരുന്നു, അത് നിങ്ങൾക്ക് ലഭിക്കണമായിരുന്നു. അതിനു വേണ്ടി നിങ്ങൾ ചെയ്തു, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്തു. അതായത് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് അഫർമേഷൻസ് എഴുതി, 21 ദിവസം എഴുതി, അത് നിങ്ങളുടെ എനർജി അതിനനുസരിച്ച് ചേഞ്ച് ആക്കി നല്ല ലെവലിലേക്കാക്കി നിർത്തി. അതുകൊണ്ട് ഇപ്പൊ എന്താ സംഭവിച്ചത്? ആ എമൗണ്ട് എനിക്ക് റിസീവ് ചെയ്യാൻ കഴിഞ്ഞു. ഇന്നലെ എനിക്ക് ആ ഒരു എമൗണ്ട് കിട്ടി എനിക്ക്. അതായത് ഒരു 50 ഡേയ്സിനുള്ള ആ എമൗണ്ട് എനിക്ക് റിസീവ് ആവും. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അതെ. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു ഡ്രീം കാർ ഉണ്ടായിരുന്നു. അത് നെക്സ്റ്റ് വീക്ക് ഞാൻ പർച്ചേസ് ചെയ്യാൻ പോവാണ്. അതുപോലെ വേറെ ഉണ്ട്. ഞാൻ എൻ്റെ ഒരു ന്യൂ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ പോവാണ് ഇവിടെ ബിസിനസിന്റെ. അതിന്റെ ഏകദേശം റൂം കാര്യങ്ങളൊക്കെ എടുത്തു, അഡ്വാൻസ് കൊടുത്തു. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചതെല്ലാം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് നിലവിൽ. ഷെഫീൽ നമ്മളുടെ കോഴ്സിൽ വന്നിട്ടുള്ള വളരെ ജെനുവിൻ ആയിട്ട് ഇങ്ങനെ ഡൗൺ ടു എർത്ത് ആയിട്ട് പറയുന്ന കാര്യങ്ങളിൽ അന്ധമായി വിശ്വസിച്ച് അല്ലെ, ഞാൻ എപ്പോഴും പറയുന്നത് അതാണ്, കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ടത് അന്ധമായിട്ട് വിശ്വസിക്കണം. അപ്പൊ ഇങ്ങനെ അന്ധമായി വിശ്വസിച്ചിട്ട് ഇതെല്ലാം കേട്ടിട്ട് പുള്ളിയുടെ ഫാമിലി മൊത്തം പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് പിന്നെ പ്രോഗ്രാം ചെയ്തതിനു ശേഷം വൈഫ് ജോയിൻ ചെയ്തു, പിന്നെ ഉമ്മയും വന്നു അല്ലെ, അങ്ങനെ അപ്പൊ അത്രയ്ക്കും ഇതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഈ വിശ്വാസം ഇതിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വിശ്വാസമാണെന്ന് വെച്ചാൽ ആളുടെ വിശ്വാസം അങ്ങോട്ട് ചേഞ്ച് ആകും. നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്നിട്ട് എന്തായി, അദ്ദേഹത്തിന് ഇമോഷണൽ പാറ്റേൺ ബ്രേക്ക് ആയി. ഇമോഷണൽ പാറ്റേൺ ബ്രേക്ക് ആയി, ആളെ കുറിച്ചുള്ള സെൽഫ് ഇമേജ് ചേഞ്ച് ആയി. പുതിയ ഒരു അപ്ലിഫ്റ്റിംഗ് പാറ്റേൺസും അപ്ലിഫ്റ്റിംഗ് ഇമോഷൻസും ആണ് ഇപ്പൊ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് വൈ ദിസ് ഇസ് മാജിക് ഇസ് ഹാപ്പനിങ്. എവറിത്തിങ് ഇസ് ഹാപ്പനിങ് ഓൾ ഓഫ് എ സഡൻ. പുതിയ കാർ വാങ്ങാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുന്നു, പുതിയ ഫണ്ട് വരുന്നു, അതേപോലെ തന്നെ ലൈക്ക് പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യത നടക്കും. എവറിത്തിങ് ഈസ് ഹാപ്പനിങ്. സോ ഇതാണ് പറയാനുള്ളത്. ദിസ് ഇസ് വാട്ട്സ് ഹാപ്പനിങ്. ഐ ആം സോ ഹാപ്പി ഫോർ യു. എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ ഷെഫീൽ? അല്ല, ആഗ്രഹിച്ചതെല്ലാം ഓരോ ദിവസവും പുതിയ പുതിയ കണക്ഷൻസും റിലേഷൻസും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ആഗ്രഹിച്ചതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മാനിഫെസ്റ്റേഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈഫിൽ. അതാണ് ഇപ്പൊ ഇവിടെ ഞാൻ സൗദിയിലാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇപ്പൊ 3:30 കഴിഞ്ഞ് 4 മണിയായിട്ടുള്ള ഈ ഒരു സമയത്തിന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഏതായാലും ക്ലാസ്സിന് വേണ്ടി സാറിനോട് ഈ ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. വെരി താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഐ എം സോ ഹാപ്പി ഫോർ യു. ബിക്കോസ് നമ്മുടെ ക്ലാസ്, നമ്മുടെ പ്ലാറ്റ്ഫോം അതിന് അവസരമായി എന്നുള്ളതിൽ വളരെയധികം സന്തോഷം. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങളല്ലാതെ നമ്മളിൽ നിന്ന് വിട്ടുപോകും. ഓക്കെ, പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും. നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ശാന്തമായ രീതിയിൽ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? പ്രശ്നങ്ങളൊന്നുമില്ലാതെ, വലിയ പ്രശ്നം നമ്മൾ പേടിക്കുന്ന രൂപത്തിലൊന്നും പോകാതെ നമ്മളത് നല്ല രീതിയിലേക്ക് നമുക്കതെല്ലാം റെഡിയായി വരും.
മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ആഗ്രഹിച്ചത് നമ്മളിലേക്ക് എത്തും, നോ ഡൗട്ട് അബൌട്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഇത്രയും കാലം നമുക്ക് ലഭിച്ചതെല്ലാം നമ്മളുടെ ഇമോഷണൽ ഹാബിറ്റ്സിൽ നിന്നാണ്. ഇമോഷണൽ പാറ്റേൺ എന്ന് പറയുന്നത് ഇമോഷണൽ ഹാബിറ്റ്സ്, വൈകാരിക ശീലങ്ങൾ. എന്ത് വികാരമാണ് നമ്മൾ ഫീൽ ചെയ്യുന്ന ശീലങ്ങൾ, ആ ശീലങ്ങൾ, ആ ഫീലിങ്സ് ശീലിച്ച് അതിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലുള്ള നമ്മുടെ ചിന്തകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഷിഫിൽ, എനിക്കൊരു കാര്യം അറിയാം. ഓക്കെ, ഷിഫിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് റിസൾട്ട് കൂടുതൽ കിട്ടുമ്പോൾ ഒരിക്കലും പ്രാക്ടീസ് നിർത്തരുത്. നമ്മൾ അറിയാതെ എത്തിപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, കംഫർട്ട് സോൺ എന്ന് പറയും കേട്ടോ. ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ട് വന്നു, കമ്മിറ്റഡ് ആയിട്ട് കോഴ്സ് അറ്റൻഡ് ചെയ്തു, അതിൽ കമ്മിറ്റ്മെന്റ് എടുത്തു, ഇതെല്ലാം ചെയ്യുമെന്ന് കമ്മിറ്റ്മെന്റ് എടുത്തു. അങ്ങനെ കമ്മിറ്റ്മെന്റ് എടുത്തപ്പം കറേജസ് ആയിട്ട് ധൈര്യത്തോട് കൂടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു. കാരണം അതിന് റിസൾട്ട് കിട്ടി തുടങ്ങിയപ്പോൾ അതിനനുസരിച്ച് അതിനെ ട്രസ്റ്റ് ചെയ്യുന്നു. അതാണ് കറേജ്. ട്രസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് കറേജ് ആണ്. ധൈര്യം കാണിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു, ആൾക്കാരെ ബന്ധപ്പെടുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ഐഡിയ വരുന്നു, അതിന് പുറത്ത് വർക്ക് ചെയ്യുന്നു. കറേജ് വെച്ചിട്ട് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത സംഗതി ക്രിയേറ്റിവിറ്റി, വഴികൾ, ഐഡിയാസ് വന്നു, പുതിയ സംഗതികൾ വന്നു, അത് വർക്ക് ചെയ്യാൻ തുടങ്ങി, കൂടുതൽ റിസൾട്ട് കിട്ടാൻ തുടങ്ങി. അടുത്ത സംഗതിയാണെന്ന് വെച്ചാൽ ക്രിയേറ്റീവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേപ്പബിലിറ്റി, നല്ല റിസൾട്ട് കിട്ടി തുടങ്ങും. റിസൾട്ട് കിട്ടി തുടങ്ങുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. ആ കോൺഫിഡൻസ് വരുമ്പോൾ നിർത്തരുത്, അത് ഓവർ കോൺഫിഡൻസ് ആവരുത്, പ്രാക്ടീസസ് നിർത്തരുത്, തുടരണം. അതാണ് കണ്ടിന്യൂറ്റി. 5ാമത്തെ പോയിന്റ്. കമ്മിറ്റ്മെന്റ്, കറേജ്, ക്രിയേറ്റിവിറ്റി, കേപ്പബിലിറ്റി, കോൺഫിഡൻസ്, ദെൻ കണ്ടിന്യൂറ്റി. 6ാമത് എന്ത് ചെയ്യണം? ഈ പ്രാക്ടീസസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ നമ്മൾക്ക് ഓവർ കോൺഫിഡൻസ് ആവരുത്. എനിക്ക് കിട്ടേണ്ടത് കിട്ടി, ഇനി കുറച്ച് പ്രാക്ടീസ്. അങ്ങനെ പല ആൾക്കാരും ലോ ഓഫ് അട്രാക്ഷൻ നിർത്താറുണ്ട്. പ്രാക്ടീസസ് നിർത്തും, റിസൾട്ട് വരുമ്പോഴേക്കും ഇതിനെ വിട്ടുകളയും. ആ ഒരു സംഗതി ഉണ്ടായത്. അങ്ങനെ വിട്ട് കളഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ അവയർനെസ് നഷ്ടപ്പെടും. നമുക്കറിയാലോ ഒരു കാര്യമുണ്ട്, അതായത് ഒരു മണ്ണിൽ, ഒരു സ്ഥലത്ത് തരിശായി കിടക്കുന്ന ഒരു ഭൂമിയിൽ നമ്മൾ അവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ ഉഴുത് മറിച്ച് കൃഷിയൊക്കെ ചെയ്തു. എന്നിട്ട് കൃഷി ചെയ്ത് അവിടുന്ന് നല്ല വിളവെടുത്ത്, എന്നിട്ട് കുറച്ചു കാലം അത്യാവശ്യം അരിയായി, ഭക്ഷണമായി, കാര്യങ്ങളായി, കൃഷിയൊക്കെ ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് അപ്പൊ ഹാപ്പിയായി. അപ്പൊ നമ്മൾ പിന്നെ തീരുമാനിക്കുകയാണ് ഇനി കൃഷി ചെയ്യണ്ട, ആ മണ്ണ് വെറുതെ ഇട്ടു. അവിടെ എന്താ സംഭവിക്കുക? അവിടെ കളകൾ വളരും, കാട് പിടിക്കും. അവിടെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ കാട് പിടിക്കും. കാട് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സ്ഥലം നശിക്കും, അവിടെയുള്ള മണ്ണിന്റെ ഫലഭൂഷ്ഠത പിന്നെ നഷ്ടപ്പെടും. അപ്പോൾ എന്നതുപോലെ ഒരു അവസ്ഥ നമ്മുടെ മനസ്സിനുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രാക്ടീസസ് നിർത്തി കഴിഞ്ഞാൽ, ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, വീണ്ടും നമുക്കറിയാലോ വെറുതെ ഇരിക്കുന്നവന്റെ മനസ്സ് ചെകുത്താന്റെ പണിശാല. അപ്പൊ അതിലേക്ക് പോകരുത്. എപ്പോഴും പ്രാക്ടീസ് എന്നും തുടരുക. ഇറ്റ്സ് എ ലൈഫ് ലോങ് ജേർണി. മുന്നോട്ട് പോവാ. ഷെഫിൽ, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഐ എം സോ ഹാപ്പി ഫോർ യു. ഓക്കെ, താങ്ക് യു എവ്രി വൺ സെഷൻ. എന്നും നമ്മുടെ ഫാമിലിയുടെ കൂടെ ചേർന്ന് നിൽക്കുക. ഷെഫിൽ, നമ്മുടെ ഈ ക്ലാസ്സുകളുമായിട്ട് ചേർന്ന്, അതിനാണ് ഇത്രയും ക്ലാസ്സുകൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തുടരുന്നത്. ഈവൻ ഒരു ദിവസം പോലും മുടക്കാതെ മെഡിറ്റേഷൻസ് തുടരുന്നു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു എവ്രി വൺ ഫോർ ജോയിനിങ്. നമുക്ക് വീണ്ടും കാണാം. ഓരോ ദിവസവും 1% അവയർനെസ് വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ന് ഹീലിംഗ് ഇല്ല, നാളെയാണ് ഉള്ളത് കേട്ടോ. ഹീലിംഗ് നാളെയാണ് ഉള്ളത്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. Thank you, sir. Thank you sir. Thank you. Thank you. You're welcome. Amazing class. Thank you.